അബ്രഹാമിന്റെ ഡെപ്ത് നമ്മളെ വെപ്രാളം കൊള്ളിപ്പിക്കുന്ന ഡെപ്തിലേക്കാണ് പിന്നീട് അബ്രഹാം പോകുന്നത്. അത് നമുക്ക് താങ്ങാനാവില്ല. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, അതായത് ഞാനിപ്പോൾ നിങ്ങളോട് പലതും പറവാൻ എനിക്കുണ്ട്, യു വിൽ നോട്ട് ബി ഏബിൾ ടു ബെയർ, നിങ്ങൾക്കത് താങ്ങാനാവില്ല. അതായത് മനസ്സിലാവത്തില്ല എന്നതിലുപരിയായി യുവർ സ്പിരിറ്റ് ഈസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ബെയർ ദ ലോഡ്, ദ വെയിറ്റ് ഓഫ് ഗ്ലോറി എന്ന നിലയിലാണ് അബ്രഹാം വീണ്ടും ആഴത്തിലേക്ക് പോകുന്നത്. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് ഇന്നലെ നാം കണ്ടതിനെ ഓടിച്ച് ഒരു 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 നോട്ട് എഴുതാവുന്ന വിധത്തിൽ വേണമെങ്കിൽ ഞാനൊന്ന് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടത് മൂടുപടം നീങ്ങിയ മുഖം ആണ് അബ്രഹാമിന്റെ. സോ അബ്രഹാംസ് കൺവിക്ഷൻ, മൂടുപടം നീങ്ങുക എന്ന് പറഞ്ഞാൽ ആ കൺവിക്ഷനാണ്. ജീസസ് ക്രൈസ്റ്റ് ഓൺലി ത്രൂ മന്ന, മെറ്റമോർഫോസിസ് ഓൺലി ത്രൂ മന്ന, ഓൺലി ബൈ മന്ന. ആ കൺവിക്ഷൻ, അതാണ് മൂടുപടത്തിന്റെ നീക്കൽ എന്ന് പറയുന്നത്. സോ എബ്രഹാംസ് കൺവിക്ഷൻ ആസ് സീൻ ഇൻ ഹിസ് ക്ലെയിം, തന്റെ ക്ലെയിമിൽ അത് കാണുക. ആസ് സീൻ ഇൻ ഹിസ് ക്ലെയിം, എന്താ വന്നപ്പോൾ കൈ ഉയർത്തി താൻ അത്യുന്നതന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഞാൻ നിന്റെ പക്കൽ നിന്നും ഒന്നും മേടിക്കുക. ബിക്കോസ് I already have the possessor of heaven and earth, the most high God. അത്യുന്നതനായിരിക്കുന്ന, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവൻ, അല്ലെങ്കിൽ അവകാശിയായിട്ടുള്ളവനെ ഞാൻ അവകാശമായി എടുത്തിരിക്കുകയാണ്. അവനുമായി ഞാൻ ഒന്നായിരിക്കുകയാണ്. അവനെ എനിക്ക് ലഭിച്ചിരിക്കുകയാണ് അനുഗ്രഹമായിട്ട്. അതുകൊണ്ട് മറ്റൊന്നും എനിക്ക് വേണ്ട. സോ സീൻ ഇൻ ഹിസ് ക്ലെയിം, ഇന്നലെ നമ്മളത് ഉൽപ്പത്തി 14-ാം അധ്യായം അതിന്റെ 18, 19, 20, 22 വാക്യങ്ങളിൽ കണ്ടു. അതിന്റെ രസം 18-ൽ മോസ്റ്റ് ഹൈ ഗോഡ് ഉണ്ട്, 19-ലുണ്ട്, 20-ലുണ്ട്, 22-ലുണ്ട്. 4 വാക്യങ്ങൾ അടുപ്പിച്ച് മോസ്റ്റ് ഹൈ ഗോഡ്. അത് തന്നെ ഒരു വലിയ സംഭവമാണ്. മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് പറയുന്നത് ദൈവിക വെളിപ്പാടിലെ ഇനിഷ്യൽ റിവലേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പ്രൈമറി ABCD റിവലേഷൻ ആണ്, ഇനിഷ്യൽ റിവലേഷൻ ആണ്. ആ റെവലേഷന് ഒരു പ്രത്യേക ബോർഡർ ഉണ്ട്. ഞാൻ അതാ പറഞ്ഞ, ആ ഡെപ്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവാത്മാവിൽ ദൈവവചനം പഠിക്കുന്നവർക്ക് ദൈവത്തോട് ചോദിക്കാൻ സാധിക്കുന്ന നിലയിൽ ഒരു ഹിന്റ് ഞാൻ തരാം. ആ റെവലേഷനിൽ ഇന്നും ദൂതന്മാർ ഒതുങ്ങി നിൽക്കുന്നു. ആ റെവലേഷനിൽ ഇന്നും പുതിയ നിയമത്തിലും പിശാചുക്കൾ യേശുക്രിസ്തുവിനെ കാണുമ്പോഴൊക്കെയും മോസ്റ്റ് ഹൈ ഗോഡ് എന്ന് മാത്രമേ അഡ്രസ് ചെയ്യത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനിഷ്യൽ റെവലേഷൻ ആണ്. അത് ആദ്യം കിട്ടിയ വെളിപ്പാടാണ്. ആ വെളിപ്പാട് പിശാചുക്കൾക്കുമുണ്ട്. അത് ഇനിഷ്യലാണ്. അവർ വീഴുന്നതിന് മുമ്പേ അവർക്ക് കിട്ടിയതായിരിക്കാം. അതുകൊണ്ട് വീണതിന് ശേഷവും ആ വെളിപ്പാടും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹൈലി നമ്മൾ ഫൈനൽ റെവലേഷൻ, യേശുക്രിസ്തുവിൽ ഫൈനൽ റെവലേഷനിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞു. നമ്മൾ ABCD നിൽക്കുന്നവരല്ല. എന്നാൽ അബ്രഹാം ABCD നിൽക്കുക, ദ മോസ്റ്റ് ഹൈ ഗോഡ്, അത് റെവലേഷൻ ആണ്. ആ റെവലേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടാണ് പുറപ്പാടിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെടുന്നത്. മോശയ്ക്ക് വെളിപ്പെടുമ്പോൾ യഹോവ എന്ന നാമത്തിലാണ് വെളിപ്പെടുന്നത്. ഉടനെ പറയാണ്, യഹോവ എന്ന നാമത്തിൽ ഞാൻ ഇതിനു മുമ്പ് വെളിപ്പെട്ടിട്ടില്ല. അതൊന്നും ഞാൻ ടച്ച് ചെയ്യുന്നില്ല. ഞാനതൊരു ഹിന്റ് നിങ്ങൾക്ക് തരികയാണ്. എന്നുവെച്ചാൽ റെവലേഷൻസ് ആർ നോട്ട് cheap. Revelations are not easy to give. Revelations are not given easily. അതിന് റെസ്ട്രിക്റ്റീവ് റെവലേഷൻ ആണ്. പ്രോഗ്രസീവ് റെവലേഷൻ ആണ്, എന്നാൽ റെസ്ട്രിക്റ്റീവ് റെവലേഷൻ ആണ്, കോഷ്യസ് റെവലേഷൻ ആണ്. അതുകൊണ്ട് അത് എൻറ്റയർലി ഡിഫറെന്റ് ഒരു സ്റ്റഡി ആയിട്ടിരിക്കുന്നു. എന്തായിരുന്നാലും കർത്താവിൽ ആകർഷിക്കപ്പെട്ട് നാം മുമ്പോട്ട് വരികയാണെങ്കിൽ ദൈവിക വെളിച്ചങ്ങളെ, ഇപ്പോൾ ഞാൻ വെളിച്ചം എന്ന് പറയുന്നതിന്റെ കാരണം, പ്രകാശനം എന്ന് പറയുന്നതിന്റെ കാരണം, ഇലൂമിനേഷൻ എന്ന് പറയുന്ന കാരണം, വെളിപ്പാടിനും പ്രകാശനത്തിനും 2 വ്യത്യസ്ത അർത്ഥങ്ങളാണുള്ളത്. വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ വെളിപ്പെടുത്താത്തതും ദൈവം വെളിപ്പെടുത്തിയപ്പോൾ മാത്രം മനുഷ്യർക്ക് മനസ്സിലായതുമാണ് വെളിപ്പാട്. എന്നാൽ ഇലൂമിനേഷൻ അങ്ങനെയല്ല, അല്ലെങ്കിൽ പ്രകാശനം അങ്ങനെയല്ല. വെളിപ്പെടുത്തിയ വെളിപ്പാടുകളെ പ്രകാശിപ്പിച്ചു തരികയാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് പുതിയ വെളിപ്പാടുകളൊന്നുമില്ല. പുതുതായി ഇതിനു മുമ്പ് ആർക്കും അറിയാൻ മേലാത്തതും ദൈവം വെളിപ്പെടുത്തിയതുമായ കാര്യത്തിനാണ് വെളിപ്പാട് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ അബ്രഹാമിന് ലഭിച്ചത് വെളിപ്പാടാണ്. ദാറ്റ്സ് എ ന്യൂ തിങ്. ആ ന്യൂ തിങ്ങിൽ ഒതുക്കി നിർത്തി ദൈവം അനേകരെ. അതുകൊണ്ടാണ് പഴയ
നിയമത്തിൽ ദാനിയലിന്റെ ഒക്കെ ഉള്ള ബന്ധത്തിൽ നമ്മൾ കാണുമ്പോൾ ജാതീയ രാജാക്കന്മാർക്കൊക്കെ ആ വെളിപ്പാടിൽ ദൈവത്തെ അവർ ഒതുക്കി നിർത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഭാഗം ഞാൻ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അബ്രഹാമിന്റെ മൂടുപടം പോയത്, അബ്രഹാമിന്റെ കൺവിക്ഷൻ, ഒന്നാമത് ആസ് സീൻ ഇൻ ഹിസ് ക്ലെയിം എന്ന് ഞാൻ പറഞ്ഞു. സെക്കൻഡ് പോയിന്റ്, ആസ് സീൻ ഇൻ ഹിസ് ജോയ്. യോഹന്നാൻ 8:56 നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞേ? എന്റെ നാൾ കാണുവാൻ ആഗ്രഹിച്ചു, അവൻ കണ്ടും സന്തോഷിച്ചും ഇരിക്കുന്നു. സോ ആസ് സീൻ ഇൻ ഹിസ് ജോയ്, കണ്ടും സന്തോഷിച്ചും ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആസ് സീൻ ഇൻ ഹിസ് റെവലേഷൻ, തനിക്ക് ലഭിച്ച വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ അവയെ നാം കാണുകയാണ്. ആസ് സീൻ ഇൻ ഹിസ് ജലസ് കൺവിക്ഷൻ, തന്റെ ആ വെളിപ്പാടിനെ തന്റെ സ്വന്തമാക്കുക, ദൈവത്തിന് സ്വന്തമാക്കുക, മറ്റാർക്കും കൊടുക്കാതെ, തന്നെ തന്നെ മറ്റാർക്കും കൊടുക്കാതെ ദൈവത്തിനായി മാത്രം തന്നെ തന്നെ നിർത്തുകയാണ്. ആസ് സീൻ ഇൻ ഹിസ് ജലസ് കൺവിക്ഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് ആസ് സീൻ ഇൻ ഗോഡ്സ് കൺവിക്ഷൻ ഓൺ എബ്രഹാംസ് കൺവിക്ഷൻ. അബ്രഹാമിന്റെ അസൂയാവാഹമായ ബോധ്യത്തിൽ ദൈവത്തിനുണ്ടായിരുന്ന ബോധ്യം, ഓ ഇവൻ എന്റേതായി കഴിഞ്ഞു, ഇനി ഞാൻ എന്നെ തന്നെ അവന്റേതാക്കാം. ഇന്ന് അനേക വിശ്വാസികൾ സ്നാനപ്പെടാനൊക്കെ ആവശ്യപ്പെടുമ്പോൾ സഭയില് ഉടനെ വേണോ എന്ന് മൂപ്പന്മാർ ചോദിക്കുന്നതിന്റെ കാരണം എന്താ അറിയാവോ? നിങ്ങളുടെ കൺവിക്ഷനെ കുറിച്ച് മൂപ്പന്മാർക്ക് കൺവിക്ഷൻ ഇല്ല. എനിക്ക് സ്നാനപ്പെടണം, ഞാൻ രക്ഷിക്കപ്പെട്ടതാണെന്ന് നിങ്ങൾ പറയുമ്പോൾ സഭയ്ക്ക് കൺവിക്ഷൻ വേണ്ടേ എന്ന് പറഞ്ഞ പോലെ അബ്രഹാമിന്റെ കൺവിക്ഷന്റെ മേൽ ദൈവത്തിന് നല്ല കൺവിക്ഷനാണ്. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ പറയാനായിട്ട് ഇടയായിത്തീർന്നത്. ആ പ്രോഗ്രസീവ് കോഷ്യസ് റിവലേഷൻ അവിടുന്ന് തുടങ്ങുകയാണ്. എന്നാൽ അതിനെ ടച്ച് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഒരു ജമ്പ് ഞാൻ നടത്തുകയാണ്. അതിനുശേഷം അവിടെ തന്നെ വരേണ്ടിയ മറ്റൊരു കാര്യമാണ് ആസ് സീൻ ഇൻ ദ കോസ്റ്റ് ഓഫ് റിവലേഷൻ. വെളിപ്പാടുകൾക്കൊരു വിലയുണ്ട്. വില കൊടുത്താൽ കിട്ടുന്നതല്ല വെളിപ്പാട്, എന്നാൽ വെളിപ്പാടുകൾക്കൊരു വിലയുണ്ട്. ഒരു വില കൊടുക്കേണ്ടി വരും. there is a price to pay. അത് പേ ചെയ്താൽ കിട്ടുന്നതല്ല, എന്നാൽ there is a price to pay. അത് നമ്മൾ ഈ വെളിപ്പാടുകളുടെ സമയത്തെല്ലാം കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതും ഞാൻ ടച്ച് ചെയ്യാതെ മുമ്പോട്ട് പോവുകയാണ്. നാം മോശയെ കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതും ഞാൻ ടച്ച് ചെയ്യാതെ പൗലോസിലേക്ക് പോവുകയാണ്. ദൈവം സാവകാശം തന്നാൽ മാത്രമേ ഞാൻ മോശയിലേക്ക് വരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പോൾസ് കൺവിക്ഷനാണ്. എന്തിനാ ഞാൻ പുതിയ നിയമത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ മൂടുപടം നീങ്ങിയ അനേകരിൽ പ്രഥമമായ ഒരു വ്യക്തിത്വമാണ് പൗലോസ്. പൗലോസിന്റെ ആദ്യത്തെ അവസ്ഥ എന്താ? കംപ്ലീറ്റ് മൂടുപടമായിരുന്നു. ഈ യേശു ക്രിസ്തുവിനെ അറിയാൻ മേലാതെ ഇത് റെവലേഷൻ കിട്ടുമ്പോൾ, ദർശനം കിട്ടുമ്പോൾ പറയും, നീ ആരാകുന്നു കർത്താവ്? അവിടുന്ന് തുടങ്ങുന്നതാ. ഞാൻ യേശു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. അവിടുന്നാണ് ആ വെളിപ്പാട് തുടങ്ങുന്നത്. പ്രിയമുള്ളവരെ, മൂടുപടം നീങ്ങിയ ഒരു മുഖം പെട്ടെന്ന് നമ്മൾ പൗലോസിൽ കാണുകയാണ്. ഉടനെ തന്നെ കർത്താവ് അവനിൽ റിഫ്ലക്റ്റ് ആകാൻ തുടങ്ങി, പ്രതിബിംബിക്കുവാൻ തുടങ്ങി. ഉടനെ തന്നെ പൗലോസിൽ മെറ്റമോർഫോസിന്റെ ക്രിയ തുടങ്ങുന്നതായിട്ട് നാം കാണുകയാണ്. അതാണ് മൂടുപടം നീങ്ങുന്ന മുഖം. ആ മൂടുപടം നീങ്ങിയ മുഖത്തിന്റെ കൺവിക്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, ആസ് സീൻ ഇൻ ഹിസ് ഡിറ്റർമിനേഷൻ. ഓക്കെ, പൗലോസിന്റെ മുഖം മൂടി മാറിയ, ആ വെയിൽ മാറിയ മുഖം, പൗൾസ് കൺവിക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവന്റെ ബോധ്യം, ആസ് സീൻ ഇൻ ഹിസ് ഡിറ്റർമിനേഷൻ, തന്റെ നിർണയത്തിൽ അത് കാണാൻ കഴിയും. എന്താണ് തന്റെ നിർണയങ്ങൾ? ഒന്ന് നോക്കിക്കേ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യം. അവിടെ നമ്മൾ കാണുന്നത്, ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. പൗലോസിന് പ്രസംഗിക്കാനൊക്കെയാണ് ഒത്തിരി പ്രസംഗിക്കാനുണ്ട്, ഒത്തിരി അറിവൊക്കെ ഉള്ള ആളാണ്. അറിവ് പറഞ്ഞു, MA അറിവ് പൗലോസിന് ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നാൽ പൗലോസിന്റെ നിർണയം എന്താണ്? നിർണയം ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ. ആ അല്ലാതെ എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഇങ്ങനെ ഒരു നിർണയം നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് തന്നെ തോന്നിയിട്ടുണ്ടോ? ഓൺലി മന്ന അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. പൗലോസിന്റെ കംപ്ലീറ്റ് പഠിപ്പീര് ഈ കൺവിക്ഷനിൽ നിന്നും വരുന്നതാ. താൻ പ്രാക്ടിക്കൽ കാര്യങ്ങൾ പഠിപ്പിച്ചു, താൻ പഴയ നിയമത്തിലെ പല കാര്യങ്ങൾ പഠിപ്പിച്ചു, താൻ ഡോക്ടറിനൽ ആയിരിക്കുന്ന പല കാര്യങ്ങൾ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ,
ഈ നിർണയമുള്ള വ്യക്തിക്കാണ് മറ്റ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്. ഈ നിർണയമില്ലാത്ത വ്യക്തി എന്ത് കൈകാര്യം ചെയ്താലും അതിൽ ഒരു അൺപ്രോഫിറ്റബിലിറ്റി ഉണ്ട്. അത് ഞാൻ വളരെ സൂക്ഷിച്ച് പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യത്തിൽ പൂർണ്ണമായ തൃപ്തി വരത്തില്ല. അതിന്റെ കാരണം ഈ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ക്ലിക്കായിട്ടില്ല. അത് വരാതെ നാം ദൈവവചനം പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ എന്നും കർത്താവ് അതിന്റെ സമ്മർദ്ദം അനുഭവിക്കുകയാണ് നമ്മുടെ കൂടെ. ഇതൊക്കെയും പഠിച്ചത് വെറുതെയോ? ഈവൻ പൗലോസ് പോലും പറയുന്നുണ്ട്, ആത്മാവിൽ തുടങ്ങിയിട്ട് ജഡത്തിലോ അവസാനിക്കുന്നത്. അതുപോലെ നിങ്ങളെ വിളിച്ചവനെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ പോകുന്നുവോ? അപ്പോൾ ഇതെല്ലാം ഒരേ ലൈനാ. ആ അനുഭവം ഇന്നും യേശുക്രിസ്തു അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഞാൻ പറയത്തില്ലെന്ന് പറയുമ്പോൾ, ഞാൻ എന്ത് പറഞ്ഞാലും ഇത് അവസാനം അവിടെ ചെന്ന് കൊള്ളണം. എന്ത് പഠിപ്പിച്ചാലും ഇതാണ് എൻ്റെ ലക്ഷ്യം, ഇതിലേക്കുള്ള വരവ. അവിടം വരെ ഞാൻ എത്തിയില്ലായിരിക്കും എന്റെ പ്രസംഗത്തിൽ, പക്ഷെ അങ്ങോട്ട് തന്നെയാ ഞാൻ വരുന്നത്. അങ്ങനെയുള്ള വ്യക്തിക്ക് മാത്രമേ ദൈവത്തിന് കൊടുക്കാൻ തോന്നുകയുള്ളൂ. കാരണം ഇവൻ പോകുന്നത് അങ്ങോട്ടാ, കർത്താവുമായിട്ട്. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ എന്നാ പറഞ്ഞത്. എന്തുവാ ക്രിസ്തുവിന്റെ മനസ്സ്? ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറയുന്നത് ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അത് യേശു ക്രിസ്തുവാ. ഞാനിപ്പോൾ വായിച്ചത് 1 Corinthians 2-ാം അധ്യായം. അപ്പോൾ ആ 2-ാം അധ്യായത്തിലെ കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് പറയുന്ന ആ ക്രിസ്തു ആകുന്ന പോയിന്റ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ പറയാണ് നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ക്രിസ്തുവിന്റെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർത്താവിനെ വെളിപ്പെടുത്തുക, തന്നെ വെളിപ്പെടുത്തുക, തന്നെ വിശ്വാസികൾക്ക് ലഭിക്കുമാറാക്കുക. അതാണ് അതിന്റെ പോയിന്റ്. ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലുമായിട്ടൊന്ന് പറയണമെന്ന് ഓർത്ത ഒരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എന്ത് പ്രാർത്ഥിച്ചു വേണം ഈ ശുശ്രൂഷ തുടങ്ങാൻ? നമ്മൾ സാധാരണ ഒരു പ്രസംഗിക്കുന്നതിന് മുമ്പ്, ഒരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് സാധാരണ നിലയിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവെ സഹായിക്കണേ, ബലപ്പെടുത്തണമേ, തക്ക വാക്ക് നൽകണമേ, പിന്നെ എന്താ പറയുന്നത്, വിശ്വാസികൾക്ക് മനസ്സിലാകാൻ സഹായിക്കണേ, തിരുനാമം മഹത്വപ്പെടണമേ. ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നന്നായിട്ട് പ്രസംഗിക്കാൻ സഹായിക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായി ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇത്. എന്നാൽ ഇത് വിഷയഭവിക്കുമ്പോൾ കർത്താവിന് പ്രസാദകരമായിരിക്കുന്ന പ്രാർത്ഥന എന്തായിരിക്കും? കർത്താവെ, ശുശ്രൂഷ കഴിയുമ്പോൾ നിനക്ക് നിന്റെ മക്കളെ സമ്പത്തായി ലഭിക്കണം. യു ഷുഡ് ഗെറ്റ് യുവർ ചിൽഡ്രൻ. ഇനി ഈ ശുശ്രൂഷ കഴിയുമ്പോൾ നിന്നെ അവർക്ക് കിട്ടണം. ദേ ഷുഡ് ഗെറ്റ് യു. അത് സംഭവിക്കത്തക്കവണ്ണമാ പഠിപ്പിക്കുന്നത്. അത് സംഭവിക്കുവാൻ വേണ്ടിയാ പഠിപ്പിക്കുന്നത്. അത് സംഭവിക്കാൻ വേണ്ടി പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന് താല്പര്യമുണ്ട് ഈ ശുശ്രൂഷയിൽ. God is interested because he is going to be profited. കാരണം ശുശ്രൂഷയുടെ അവസാനം നമ്മുടെ ഹൃദയം അവൻ കവർന്നെടുക്കും. ശുശ്രൂഷയുടെ മേത്രൻ അല്ല ഞാനിവിടെ പറയുന്നത്. ഇവിടെ എന്റെ ശുശ്രൂഷയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഈ വിഷയം, നമ്മുടെ ഡയറക്ഷൻ, ആ ഡിറക്ഷൻ ദൈവം എങ്ങനെ കാണുന്നു, ദൈവത്തിന് താല്പര്യമുണ്ടോ, നമ്മുടെ പോക്ക്, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ അജണ്ട, ആ അജണ്ടയിലെ പ്രാർത്ഥന, ദൈവത്തിന് നമ്മളോട് കൂടെ പ്രവർത്തിക്കാൻ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യം, ആ ഡിറക്ഷനാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. വിശ്വാസികൾ ഈ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ കേട്ടിട്ട് വാസ്തവമായും ആ മൈൻഡ് സെറ്റിലാ വരുന്നെങ്കിൽ എന്തോത്തിനാ വരുന്നേ? ഒരു നല്ല ക്ലാസ് കൂടെ കേൾക്കാനല്ല നമ്മൾ വരുന്നേ. പിന്നെ എന്തിനാ വരുന്നേ? കർത്താവിനെ എനിക്ക് കിട്ടണം. നോട്ടം, ആ നോട്ടത്തിലാണ് നമ്മൾ വരുന്നത്. ആ പ്രൈവറ്റ്, ആ സീക്രട്ട്, ആ സെൽഫിഷ് അജണ്ട പോലൊരു കാര്യം അതിനകത്തുണ്ട്. അപ്പോൾ അതാണ് ദൈവത്തിന് താല്പര്യമായിട്ട് ഉള്ളത്. അതുകൊണ്ടാണല്ലോ പത്രോസ് പറയും, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകട്ടും? ജീവന്റെ വചനം നിന്റെ പക്കലല്ലോ, ജീവന്റെ മൊഴികൾ നിന്റെ പക്കലല്ലോ.
വിടുന്ന മട്ടില്ല. അപ്പോൾ ആ ഒരു അജണ്ടയാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ നിർണയിച്ചു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് എന്തുകൊണ്ട് പറയുന്നു, അത് വേറൊരു വിഷയമാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞങ്ങ് നിർത്താം, അവിടുന്ന് മുമ്പോട്ട് പോകാം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൽ ഉള്ളതുപോലെ ഉള്ള സൗന്ദര്യം യേശുക്രിസ്തുവിന് ഇതിനു മുമ്പോ ഇതിന് ശേഷമോ ഇല്ലായിരുന്നു, ഉണ്ടാവുകയുമില്ല. എന്റെ സ്റ്റേറ്റ്മെന്റ് കടുങ്കയ്യാന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങളത് അറിയണം. അത് ദൈവം തന്നെ പറയുന്നുണ്ട്, യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ഐ ആം മോസ്റ്റ് ഗ്ലോറിയസ് ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് അട്രാക്റ്റീവ് ഓൺ ദ ക്രോസ്. I cannot be and I will not be attractive to anyone in the universe apart from the cross. അതിന് വേറെ നമുക്ക് സമയം എടുത്തേ പറ്റുള്ളൂ. നമുക്ക് ആ പോൾസ് കൺവിക്ഷൻ ഒന്ന് തീർക്കാം. ആസ് സീൻ ഇൻ ഹിസ് ഡിറ്റർമിനേഷനെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തന്റെ നിർണയം നമ്മൾ കണ്ടു. അടുത്ത പോയിന്റ് 1 കൊരിന്ത്യർ 1:17. 1 കൊരിന്ത്യർ 1:17. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ക്രിസ്തുവിന്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടല്ലതാണ്. അപ്പോൾ ഞാൻ സ്നാനം കഴിപ്പിപ്പാനല്ല വന്നേ. എന്ത് ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു കാര്യമാ പൗലോസ് അങ്ങനെ പറയുന്നേ. ഇനി അത് പറഞ്ഞിട്ട് പറയാണ്, അല്ല സുവിശേഷം അറിയിപ്പാൻ അത്രേ വന്നത്. അതും അങ്ങോട്ട് സ്പെസിഫിക് ആകാനായിട്ട് പൗലോസ് ശ്രമിക്കുക. ക്രിട്ടിക്കൽ പിവറ്റൽ ആയിട്ട് കുറച്ചും കൂടെ നാരോ ആക്കി ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് പറയാണ്, ക്രിസ്തുവിന്റെ ക്രൂശാണ് പ്രസംഗിക്കാൻ ഞാൻ വന്നത്. സുവിശേഷം എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് പോരാ പൗലോസിന്. ക്രൂശ എനിക്ക് വേണ്ടത്. ഇനിയും ക്രൂശ് പ്രസംഗിക്കുമ്പം ഒരു പ്രശ്നമുണ്ട്. ദൈവത്തിന്റെ മുഴുവൻ മഹത്വവും നിറഞ്ഞിരിക്കുന്ന ക്രൂശ്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും സൗന്ദര്യം, ഏറ്റവും സുന്ദരനായിട്ട് ക്രിസ്തു തീരുന്നത് ക്രൂശിലാണെന്ന് ഞാൻ പറഞ്ഞു. അത് വിശദീകരിക്കാതെ പറഞ്ഞു. ആ ബോധ്യത്വം കൊണ്ടാണ് ക്രൂശ് എന്ന് പറഞ്ഞത്. എന്നാൽ ഞാൻ ഭയങ്കര വാക്ചാതുര്യത്തോടെ സംസാരിച്ചാൽ ക്രൂശിന് എന്തെങ്കിലും ഒരു ഗ്ലോറി കുറഞ്ഞു പോകുമോ എന്ന് പൗലോസ് ഭയപ്പെടുന്നു. അതുകൊണ്ട് വാക്ചാതുര്യത്തോടല്ല താനും. ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരോടും, പ്രത്യേകാൽ പ്രസംഗിക്കുന്നവരോടും, പ്രത്യേകാൽ സുവിശേഷം അറിയിക്കുന്നവരോടും, അതിലും പ്രത്യേകാൽ കൺവെൻഷൻ പ്രാസംഗികരോടും, അല്ലെങ്കിൽ പബ്ലിക് അൺബിലീവേഴ്സിന് മുമ്പാകെ പ്രസംഗിക്കുന്നവരോട് പൊതുവിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. വാക്ചാതുര്യം വർദ്ധിപ്പിക്കുവാൻ ഉള്ള നമ്മുടെ ശ്രമങ്ങൾ ദൈവസന്നിധിയിൽ പലപ്പോഴും അത് പ്രസാദകരമാകയില്ല. ദൈവം വാക്ചാതുര്യം കൊടുത്ത വ്യക്തികളുണ്ട്. അത് ദൈവം കൊടുത്തതാണ്. അവർ അത് ഉപയോഗിക്കുന്നതും ആ വാക്ചാതുര്യം കോപ്പി അടിച്ച് ചിലരെ മിമിക്ക് ചെയ്യുന്നുണ്ട്. പല കർത്താവ് എടുത്തുപയോഗിച്ച കർത്തൃദാസന്മാരെ മിമിക്രി. എന്നോട് ക്ഷമിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ബേസിക്കലി വി കനോട്ട് ഹെൽപ്പ് ഗോഡ്. നമുക്ക് ദൈവത്തെ സഹായിക്കാനാവില്ല. പിന്നെ ഇതൊക്കെ മനുഷ്യനെ ഇംപ്രസ് ചെയ്യുമോ, ആകർഷിക്കുമോ? തീർച്ചയായിട്ടും ആകർഷിക്കും. അതാ പറ്റാത്ത, അത് പാടില്ല, അത് സംഭവിക്കാൻ പാടില്ല. ക്രൂശ് വ്യർത്ഥമാകും. പകരം ജനം എന്ത് പറയുന്നറിയോ? എന്താ ഒരു ഭാഷ! എന്റെ ബ്രദറെ, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, പിച്ചവെച്ച വാക്ക് വിക്കോടുകൂടെ സംസാരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം, ദി എഫക്റ്റീവ് വർക്കിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, അതായിരുന്നു പൗലോസിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേര് രക്ഷിക്കപ്പെടുമ്പോൾ നാം ഒന്നും അധികം അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്. അസൽ, ഞാൻ അതിലും താത്തൊരു ഭാഷ ഉപയോഗിക്കുന്നില്ല, അസൽ മുക്കവ ഭാഷയായിരുന്നു പത്രോസിന്റെ. അതുകൊണ്ടാണ് പത്രോസ് അധികമൊന്നും സംസാരിക്കാത്ത ആ അന്നാസിന്റെ അങ്കണത്തിൽ നിന്റെ ഭാഷ, നിന്റെ ശൈലി, ഭാഷാ ശൈലി നീ ആരാണെന്ന് വെളിപ്പെടുത്തുന്നുവല്ലോ എന്ന് പറഞ്ഞത്.
നമുക്കറിയാം ഇന്ന് തൃശ്ശൂരോ അല്ലെങ്കിൽ കോട്ടയമോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തെ ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്ത് തിരിച്ചറിയും. ആ തിരിച്ചറിവ് ചില ഭാഷകൾ തീരെ മോശമാണ്, ചില ഭാഷകൾ കുഴപ്പമില്ല, ചില ഭാഷകൾ അട്രാക്റ്റീവ് ആണ്, ചിലത് കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞു വന്നത് പത്രോസിന്റെ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഭാഷയായിരുന്നു അത്. 1 പത്രോസിലും 2 പത്രോസിലും ഉണ്ടെന്നുള്ള കാര്യം പലർക്കും അറിഞ്ഞുകൂടാ. ഈ 1 പത്രോസ് 2 പത്രോസ് എഴുതുമ്പോൾ അതിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു അപാകതയും കാണുന്നില്ല. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വ്യക്തി കറക്റ്റ് മീനിങ് നല്ല ഭാഷയിൽ എഴുതുന്നത്. എന്നാൽ അതേ ഭാഷ ഇപ്പൊ എനിക്ക് വാസ്തവത്തിൽ മലയാളത്തിൽ ഒത്തിരി പരിമിതിയുള്ള ആളാണ്. ഇപ്പം ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ എന്റെ പിതാവ് എന്നോട് പറയും, നീ അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയണം എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് പട്ടി എന്ന് പറയുമ്പോൾ പറയും, അയ്യോ പട്ടി എന്ന് പറയും, നായ എന്ന് പറയണം. അപ്പൊ ഇങ്ങനെയുള്ള ചത്തു എന്ന് പറയുന്ന മരിച്ചു എന്ന് പറയണം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഭാഷയിലെ ആ ഒരു കുറവ് പത്രോസിന്റെ ലേഖനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അത് ആത്മനിവേശിതമാണ്. അപ്പോൾ പത്രോസിന്റെ വാക്ചാതുര്യമില്ലാത്ത ദൈവാത്മാ നിറഞ്ഞ പ്രസംഗത്തിലാണ് 3000 പേർ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ആ കാര്യം മറന്നു പോകരുത്. വാക്ചാതുര്യത്തോടല്ല ദാനം. ഇത് പൗലോസിന്റെ കൺവിക്ഷനാ, ഇത് പൗലോസിന്റെ ഡിറ്റർമിനേഷനാ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം ഞാൻ വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 1:23. 1 കൊരിന്ത്യർ 1:23. അവിടെ നമ്മൾ കാണുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആദ്യം പറഞ്ഞു, ക്രൂശ് വ്യർത്ഥമാകാതിരിക്കാൻ രണ്ടാമത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിന് കാരണമുണ്ട്. ഇവിടെ പലരും ഡോക്ട്രിനൽ കാരണങ്ങളാണ് ചിന്തിക്കുന്നത്. അതായത് ജീസസ് ക്രൈസ്റ്റ് ഇസ് എവറിത്തിങ് എന്നുള്ള നിലയിൽ. അതല്ല അവിടുത്തെ റിയൽ വിഷയം. ആ ഗ്ലോറി, അവന്റെ മനോഹരത്വം, അവന്റെ സൗന്ദര്യം, ആ വ്യക്തിത്വം, അവന്റെ ഹൃദയം, പാപിക്ക് വേണ്ടിയ ആ കരുണ, ആ ദയ, കൃപ, അത് അവിടുന്ന് ഒഴുകുന്നേ. അപ്പോൾ അതങ്ങോട്ട് വരച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ മുമ്പാകെ വരച്ച് കാട്ടിയിട്ട് മണവാട്ടി ആ മണവാണനിൽ ആകർഷിക്കപ്പെടുന്നതും കൂടി അവിടെ. തീർച്ചയായിട്ടും അവിടെ ഡോക്ടറിനൽ ആസ്പെക്ട് ഉണ്ട്. എന്നാൽ അതിലുപരിയായി ആരാധകന്റെ ഹൃദയത്തെ കവരുന്നത് ക്രൂശാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ നാം തീർച്ചയായിട്ടും സമയം ചെലവഴിച്ചേ പറ്റുകയുള്ളൂ. എന്നാൽ എനിക്ക് മൂടുപടം നീങ്ങിയ ഒരു വ്യക്തിയുടെ കൺവിക്ഷൻ ആണല്ലോ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം അങ്ങനെ തൊടുന്നില്ല. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇനി അവിടെ പറയുന്നത് യഹൂദന്മാർക്ക് ഇടർച്ചയും യവനന്മാർക്ക് ഭോഷത്വവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് വലിയ കാര്യത്തെ പറയുമ്പം നിങ്ങൾക്കിത് പുച്ഛമാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അറിയാമായിരുന്നിട്ടും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഞങ്ങൾ ക്രൂശിനെയോ ക്രിസ്തുവിനെയോ മോഡിഫൈ ചെയ്തില്ല. ഹല്ലേലൂയ. ഇന്ന് അനേകർ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ടേസ്റ്റിനനുസരിച്ച് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, വളരെ വളരെ ദൈവസന്നിധിയിൽ ഞാൻ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, 1 മണിക്കൂറിന്റെ ഒക്കെ സുവിശേഷ ഘോഷണത്തിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എത്ര സമയം കിട്ടുന്നു? പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളും നല്ല കാര്യങ്ങളുമാണ്. എന്നാലും സുവിശേഷത്തിന്റെ അവസാനത്തെ 5 മിനിറ്റ് ഒക്കെയാണ് ക്രൂശ് കിട്ടുന്നത്. ഒന്ന് ചിന്തിച്ചേ. മറ്റുള്ളതൊക്കെ പറയണ്ടേ, സ്വർഗവും നരകവും പാപവും പിന്നെ ലോകപ്രകാരമുള്ള കാര്യങ്ങൾ പറയണ്ടേ? തീർച്ചയായിട്ടും പറയണം. എന്നാലും പൗലോസ് പറയുകയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. പ്രിയമുള്ളവരെ, സുവിശേഷ ഘോഷണത്തിൽ, പ്രത്യേകിച്ചാൽ കൺവെൻഷൻ പ്രസംഗത്തിലൊക്കെ ക്രൂശ് മുഴച്ചു നിൽക്കട്ടെ, സിംഹഭാഗം എടുക്കട്ടെ, വരുന്ന നഷ്ടം വരട്ടെ. വരികയില്ലല്ലോ. അതുകൊണ്ട് യഹൂദന്മാരുടെയും യവനന്മാരുടെയും സ്റ്റംപ്ലിംഗ് ബ്ലോക്ക് ആയിരുന്നിട്ടും കൂടെ പൗലോസ് പറയാം, അതൊക്കെ എനിക്കറിയാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാന്നൊക്കെ എനിക്കറിയാം, അത് തന്നെ ഞാൻ പ്രസംഗിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ ഉപദേശിച്ചതും പാലായിരിക്കണമെന്ന് നിർബന്ധവുമില്ല. രോഗിക്ക് എന്തറിയാം? വൈദ്യം പറയാണ് പാല് തന്നെ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ തന്നെ ഞാൻ പ്രസംഗിക്കും. നിനക്ക് വേറെ വല്ലതായിരിക്കും ഇഷ്ടം.
അപ്പോൾ ആ നിലയിലാണ് ആ കാര്യങ്ങൾ പോകുന്നത്. അടുത്ത ഭാഗം ഞാനൊന്ന് പറഞ്ഞോട്ടെ. 2 കൊരിന്ത്യർ 10:10. 2 കൊരിന്ത്യർ 10:10 അവിടെ പറയുന്നത്, അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവുമുള്ളവ തന്നെ, ശരീരസന്നിധിയോ ബലഹീനവും, വാക്ക് നിന്ദ്യവും അത്രേ. ശരീരസന്നിധി ബലഹീനം. അതിനെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ബട്ട് ഹിസ് ബോഡിലി പ്രസൻസ് ഈസ് വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, താൻ തന്നെ തന്നെ പ്രസന്റ് ചെയ്യുമ്പോൾ വാക്ചാതുര്യമില്ലാതെ പ്രസന്റ് ചെയ്യുന്നത് പോലെ തന്നെ ശാരീരികമായി ഫിസിക്കൽ അപ്പിയറൻസിലും താൻ വളരെ ലോ കീ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. തനിക്ക് അല്ലെങ്കിൽ തന്നെ ഫിസിക്കൽ വീക്ക്നെസ്സസ് അവിടെ ഉണ്ടായിരുന്നു, അതല്ല അവിടുത്തെ വിഷയം. താൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. എന്നിട്ട് പൗലോസ് പറയാ, ലോ കീ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് നിങ്ങളൊക്കെ പറയുന്നല്ലോ, എനിക്ക് മറ്റേതും അറിയാവുന്നു. അതായത് അതിന്റെ താഴെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അകലെയിരിക്കുമ്പോൾ ഞങ്ങൾ ലേഖനങ്ങളാൽ വാക്കിൽ എങ്ങനെയുള്ളവരോ, അരികത്തിരിക്കുമ്പോൾ പ്രവൃത്തിയിലും അങ്ങനെയുള്ളവർ തന്നെ എന്ന് അങ്ങനത്തവൻ നിരൂപിക്കട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവലിൽ വരാനൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഇംപ്രഷനൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയാം. എന്നാൽ ക്രൂശ് ഉയർന്നിരിക്കേണ്ടതിന് നമുക്കറിയാം. ഈ പ്രോഗ്രാംസ് ഒക്കെ നടത്തുമ്പോൾ ഈ സ്കൂളിലും അല്ലെങ്കിൽ കലോത്സവത്തിലും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ മെയിൻ ആളിന് ഒരു ഡിഫറെന്റ് ഡ്രസ്സായിരിക്കും കൊടുക്കുന്നത്. അതിന്റെ മെയിൻ ആളിന്. ബാക്കി കൂടെ സപ്പോർട്ടീവായിട്ട് ഡാൻസ് ചെയ്യുന്നവർക്കൊക്കെ യൂണിഫോം ആയിരിക്കുന്ന ഒരു സാധാരണ ഡ്രസ്സും കൊടുക്കും. ഇത് മുഴച്ചു നിൽക്കാൻ വേണ്ടി അത് ചെയ്യുന്നേ. അങ്ങനെ ക്രിസ്തു നിൽക്കണം. ആ ഡിറ്റർമിനേഷൻ നമുക്ക് വരണം. അത് മൂടുപടി നീങ്ങിയ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതാണ്. ഞാൻ അടുത്തതിലോട്ട് പോട്ടെ. As seen in his call and conviction, as seen in his determination നമ്മൾ കണ്ടു. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് as seen in his call and conviction. Call and conviction എന്ന് വെച്ച് കഴിഞ്ഞാൽ conviction in calling. എന്നെ ദൈവം വിളിച്ചത് എന്തിനാണ് എന്നുള്ള തന്റെ ബോധ്യത്തിൽ മൂടുപടം നീങ്ങിയ വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ ഒന്ന് കാണിച്ചോട്ടെ. എഫേസ്യർ 3-ാമത്തെ അധ്യായം 8-ാം വാക്യം. സകല വിശുദ്ധന്മാരിലും, എഫേസ്യർ 3-ാം അധ്യായം 8-ാം വാക്യം, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും. എഫേസ്യർ 3:8 പറയുന്നത്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാണ് ഞാൻ, എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. വീണ്ടും മൂടുപടം നീങ്ങിയതിന്റെ ലക്ഷണമാണ്. എന്തുവാ ലക്ഷണം? ക്രിസ്തുവിന്റെ അപ്രമേയ ധനം അവിശ്വാസികളായ ജാതികളായവരോടാണോ പറയേണ്ടത്, അതോ വിശ്വാസികളോടാണോ? നമ്മൾ പറയും, ബ്രദറെ, ജാതികളോട് നമ്മൾ അതൊക്കെയാണോ പറയേണ്ടത്? നമ്മൾ സുവിശേഷം പറയുമ്പോൾ ചുമ്മാ ക്ലീൻ പ്ലെയിൻ സുവിശേഷം പറയണം. യേശു ക്രിസ്തുവിന്റെ അപ്രമേയ ധനമൊക്കെ അവരോടൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് വിശ്വാസികളോടാ പറയേണ്ടത്. വിശ്വാസികളോട് പറയുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. വിശ്വാസി അത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് അതിലും വലിയൊരു സത്യം. അത് കിട്ടാഞ്ഞിട്ട് ആരും കംപ്ലൈന്റ് ഒന്നും പറയുന്നില്ല. എന്നാൽ നാം പൗലോസിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ മനസ്സിലാക്കും? ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ. ഇംഗ്ലീഷിൽ ആ വാക്ക് അൺസെർച്ചബിൾ റിച്ചസ് എന്നാണ്. അൺസെർച്ചബിൾ റിച്ചസ്. ജാതികളോട് പ്രസംഗിപ്പാനോ? അതാണ് അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ. ഗിവ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനെ തന്നെ വിളമ്പി കൊടുക്കണം. അവിടെയും വളരെ ആഴത്തിൽ നമുക്ക് പോരേണ്ടതായിട്ടുണ്ട്. എന്നാൽ പൗലോസിന്റെ ആ മുഖത്തുനിന്ന് മൂടുപടം നീങ്ങി എന്നുള്ള ആ കാര്യം ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ അവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. എന്താണ് അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും എന്ന് പറയുന്നതിന്റെ അർത്ഥം? ഒരു സുവിശേഷം അറിയിക്കുന്ന സമയത്ത് അതൊരു മാരേജ് പ്രപ്പോസൽ പോലെയാണ്. മാരേജ് പ്രപ്പോസലിൽ ഒരു ഏജന്റോ അല്ലെങ്കിൽ ഈ ചെറുക്കനെ അറിയാവുന്ന ഒരു വ്യക്തിയോ ഈ ചെറുക്കനെ കുറിച്ച് മണവാട്ടിയോട് അല്ലെങ്കിൽ വുഡ് ബി അല്ലെങ്കിൽ ഈ പെൺകുട്ടിയോട് പറയുന്നു. ഇപ്പൊ മണവാട്ടി ആയിട്ടില്ല, സുവിശേഷം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിശ്വാസിയോട് പറയാണ്, മണവാട്ടി ആയിട്ടില്ല, അവളോട് അല്ലെങ്കിൽ അവനോട് ഈ
ഈ കാൻഡിഡേറ്റിനെ കുറിച്ച് പറയുക. അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിശ്വാസിയായിരിക്കുന്ന സഭ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടേണ്ട ഈ പാപിയോട് പറയുമ്പോൾ ഈ രക്ഷകൻ എത്ര നല്ലവനാന്നാ പറയേണ്ടത്, ഈ രക്ഷകന്റെ മനോഹരത്വമാ പറയേണ്ടത്, ഈ രക്ഷകന്റെ ക്രൂശാ പറയേണ്ടത്, ഈ രക്ഷകന്റെ വിജയം, അവന്റെ പവിത്രത, അവന്റെ സ്നേഹം, അവന്റെ കരുണ, അവനോടൊപ്പമുള്ള ജീവിതം, അവൻ ആരാണ്, അവനെ ലഭിക്കുന്നത് കൊണ്ട് എന്ത് ലഭിക്കുന്നു. അതാണ് പൗലോസ് ജാതികളോട്, ആ ജാതീയനായിരിക്കുന്ന വ്യക്തി വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന ചെറുക്കന്റെ വ്യക്തിത്വം, മഹത്വം, മനോഹരത്വം വിളമ്പുകയാണ് ഈ വ്യക്തി ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് ഈ വ്യക്തി പറയാണ്, വിവാഹം കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഉത്തമ പുരുഷനെയാണ് ഞാൻ വിവാഹം കഴിക്കേണ്ടത്. അതുകൊണ്ട് ഈ വ്യക്തിയെ എൻ്റെ ഭർത്താവായി, എൻ്റെ കർത്താവായി സ്വീകരിക്കുവാൻ എനിക്ക് മനസ്സാണ്. എന്നാ ഇന്ന് പലരും രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകാനല്ലേ? അത് തന്നെ വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഒരു സെഷൻ എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹൗ ടു ഗിവ് ഗോസ്പൽ, ആൻഡ് അത് മാരേജ് പ്രപ്പോസലുമായിട്ട് കമ്പയർ ചെയ്ത് പഠിച്ച് ഉറപ്പിക്കേണ്ട കാര്യമാണ്. ഹൗ ടു ഗിവ് ഗോസ്പൽ. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞതിനെ കേട്ടിട്ട് നിങ്ങളിൽ ആരെങ്കിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണം എന്ന് നിർണയിച്ചുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ആദ്യത്തെ അനുഭവം എങ്ങനെ പറയണമെന്ന് അറിയാൻ മേല. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന മറ്റേ സ്റ്റൈലാണല്ലോ. നരകം, സ്വർഗം, പാപക്ഷമ, നിത്യജീവൻ. ഇതിനകത്ത് യേശുക്രിസ്തു ഒരു വഴി മാത്രം, യേശുക്രിസ്തു ഒരു ഏജന്റ് മാത്രം, യേശുക്രിസ്തു ഒരു മീഡിയ മാത്രം, യേശുക്രിസ്തു ഇതിനെ ഉപയോഗിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമം നമ്മൾ നടത്തുകയാണ്. അപ്പോൾ അവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സോ ആസ് സീൻ ഇൻ ഹിസ് കോൾ ആൻഡ് കൺവിക്ഷൻ, എന്നെ ദൈവം എന്തിന് വിളിച്ചു എന്നുള്ളതിന്റെ പൗലോസിന്റെ കൺവിക്ഷൻ ആണ്, ഞാൻ ജാതികളോട് അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാനാണ് എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന കൺവിക്ഷൻ പൗലോസിനുണ്ട്. ഇതാണ് പൗലോസിന്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യം. അത് ഇതും പ്രസംഗിക്കാനല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ, ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന്, അത് ജാതികൾക്കും യഹൂദന്മാർക്കും വേണ്ടാത്തതാണെങ്കിലും അത് തന്നെ പ്രസംഗിക്കുവാൻ വേണ്ടി, അതും അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ വേണ്ടി കർത്താവിനെ വിളിച്ചിരിക്കുന്നു. ഹിസ് കൺവിക്ഷൻ അബൌട്ട് ഹിസ് കോൾ. ഇനിയും അത് കഴിഞ്ഞിട്ട് നമ്മുടെ എല്ലാവരുടെയും കൂടെ കൺവിക്ഷനെ ചേർത്ത് എഫേസ്യർ 4-ാം അധ്യായം പറയുന്നു. എഫേസ്യർ 4-ാം അധ്യായത്തിൽ പൗലോസിന്റെ കൺവിക്ഷനും അതിൽ ഉൾപ്പെടുന്നുണ്ട്, നമുക്ക് വേണ്ടിയ കൺവിക്ഷനും ഉൾപ്പെടുന്നുണ്ട്. മുഖം മൂടിയ മാറിയ, മുഖം മൂടി അല്ലല്ലോ, എന്നോട് ക്ഷമിക്കണം, ആ വെയിൽ, ആ മറവ് മാറിയ ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ട മനോഭാവം, കോൾ ആൻഡ് ദ കൺവിക്ഷൻ. ഇവിടെ നമ്മള് നോക്കാൻ പോകുന്ന എഫേസ്യർ 4-ാം അധ്യായത്തിൽ നോക്കാൻ പോകുന്നത്, കർത്താവ് സഭയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന അനേക ശുശ്രൂഷകളുണ്ട്. അതിൽ പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, അപ്പോസ്തലന്മാർ, ഉപദേഷ്ടകന്മാർ, സുവിശേഷകന്മാർ, ഇവരൊക്കെ ഉണ്ട്. അതാണ് അവർക്കുള്ള പൊസിഷൻ. നമ്മുടെ വിചാരം ഈ പൊസിഷനാണ് വിളിയെന്ന അല്ല. ഈ പൊസിഷനിൽ എന്താണ് ചെയ്യേണ്ടത് അതിനാ വിളിച്ചിരിക്കുന്നത്. ഞാൻ നേവിയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണല്ലോ. നേവിയിൽ എല്ലാവരും വിചാരം നേവി ചെല്ലുമ്പോൾ കപ്പൽ ഓടിക്കുമെന്ന്. അയ്യോ, എല്ലാവരും കപ്പൽ ഓടിക്കലല്ല. നേവിയിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എന്തുവാ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ അലോക്കേറ്റ് ചെയ്യും. അപ്പൊ പറയും, താങ്കൾ മെഡിക്കൽ അസിസ്റ്റന്റ് ആകണം, താങ്കൾ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് മാറണം, താങ്കൾ അഡ്മിനിസ്ട്രേഷനിലേക്ക് മാറണം, താങ്കൾ ഇലക്ട്രിക്കൽ, ഞാൻ ഇലക്ട്രോണിക്സിലായിരുന്നു, അപ്പോൾ താങ്കൾ റേഡിയോ, റഡാർ, മിസൈൽ മെയിൻ്റനൻസ്, ഇങ്ങനെയുള്ള വിഷയത്തിലേക്ക് താങ്കൾ മാറണം. ഇത് സെയിലർ ആയതിനു ശേഷം, നമ്മൾ ചേർന്നതിന് ശേഷം പിന്നീട് അലോക്കേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് നേവിക്കുള്ളിൽ ചെയ്യേണ്ടതെന്ന് പഠിക്കുക. അപ്പോൾ കർത്താവ് എന്നെ വേലക്കായിട്ട് വിളിച്ചു. ആ വേലക്കായിട്ട് വിളിച്ചിട്ട് വേല എന്ന ആ കാറ്റഗറിയിൽ എന്തെല്ലാം ഉണ്ട്, അതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ സ്പെസിഫിക്കേഷൻ ആണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് വായിക്കാം. ആ നിലയിൽ നമുക്ക് അതൊന്ന് നോക്കാം.
അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും, ഞാൻ വായിക്കുന്നത് എഫെസ്യർ 4:11, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇതാണ് നിയമനം, ഇതാണ് അപ്പോയിന്റ്മെന്റ്. എന്നാൽ എന്തിന് അപ്പോയിന്റ്മെന്റ് ചെയ്തു? എന്തിന് എന്നെ ഒരു ഉപദേഷ്ടാവാക്കി? എന്തിന് എന്നെ ഒരു സുവിശേഷകനാക്കി? എന്തിന് എന്നെ ഒരു അപ്പോസ്തലനാക്കി? ഇവർക്ക് എല്ലാവർക്കുമുള്ള അപ്പോയിന്റ്മെന്റിലെ ശുശ്രൂഷയായി ഇനി പറയാൻ പോകും. അവിടെയാണ് നമുക്ക് ആ മറവ് ദോഷം ചെയ്തത്. യേശുക്രിസ്തു എന്ന് പറയുന്ന ആ കാര്യം മനസ്സിലാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇത് വെളിപ്പെടുകയുള്ളൂ. നോക്കുക, അടുത്ത് നമുക്ക് വായിക്കാം 15-ാം വാക്യം. നിയമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ്, അത് നാം എല്ലാവരും. അതെന്തിനാണ് പറയുക? നിയമിച്ചിരിക്കുന്നു. എന്തിനു നിയമിച്ചിരിക്കുന്നു? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ്. ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത ബൈബിള് പഠിപ്പിക്കാനല്ല. ലോകം മുഴുവനും സുവിശേഷീകരണം എന്ന് പറയുമ്പോൾ അതങ്ങോട്ട് പോരാ, അതിന് സ്പെസിഫിസിറ്റി ഇല്ല. ചിലര് പാപക്ഷമ ചോദിക്കുമല്ലോ, എന്തേലും ചെയ്തിട്ടുണ്ടെ അങ്ങ് ക്ഷമിച്ചേരെ. പലപ്പോഴും അദ്ദേഹം ചെയ്ത ഒരു സ്പെസിഫിക് തെറ്റിനെ തെറ്റാണെന്ന് പോലും താൻ ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, തെറ്റാണെന്ന് പോലും അംഗീകരിക്കാത്തവർ പറയുന്നതാണ്, പൊതുവിൽ അങ്ങ് അടിച്ചു വിടും, അങ്ങ് ക്ഷമിച്ചേരെ. കർത്താവിനോടും പറയുമല്ലോ, കർത്താവ് ഞാൻ ചെയ്ത എല്ലാ പാവവും അങ്ങ് ക്ഷമിച്ചേരെ. കർത്താവ് ക്ഷമിക്കും. എന്നാൽ അനേക പാപങ്ങളെ പാപമായി തന്നെ നാം അംഗീകരിച്ചിട്ടില്ല. ഞാൻ ആ മൂപ്പനോട് ഇന്നുപോലെ സംസാരിച്ചു, ഞാൻ അങ്ങനെ സംസാരിച്ചത് തന്നെ തെറ്റിപ്പോയി. സംസാരിച്ച വിഷയമല്ല, എന്റെ ശബ്ദം ഉയർന്നതിൽ തന്നെ തെറ്റിപ്പോയി. ഞാൻ അലങ്കോലം വരുത്തി, ഞാൻ എന്റെ ശബ്ദം ഉയർത്തി, ഞാൻ ചോദ്യം ചെയ്തു, ഞാൻ റിബൽ ചെയ്തു. അപ്പോൾ തെറ്റെന്താണെന്ന് ഉള്ള കാര്യം അവിടെ ഉണ്ട്. അതിനെ അംഗീകരിക്കുക, പിന്നെ അത് ഞാൻ ചെയ്തു എന്ന് അംഗീകരിക്കുക. അന്നേരമാണ് അതിന് സ്പെസിഫിസിറ്റി വരുന്നത്. അപ്പോൾ ഞാൻ ഇത് വായിക്കുകയാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള, അപ്പൊ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് പഠിപ്പിക്കേണ്ടത്, വിളമ്പേണ്ടത്. അത് സുവിശേഷകനായാലും കൊള്ളാം, ഉപദേഷ്ടാവായാലും കൊള്ളാം. കാരണം നേരത്തെ പറഞ്ഞതിനകത്ത് ചിലരെ ഉപദേഷ്ടാക്കന്മാരും ചിലരെ സുവിശേഷകന്മാരും ചിലരെ അപ്പോസ്തലന്മാരും ചിലരെ പ്രവാചകന്മാരും എഴുതിയിട്ടുണ്ട്. അത് നാം ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ഇതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് പറയാണ്, പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ. അപ്പോൾ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ഐക്യത സഭയ്ക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയിലെ ഓരോ വിശ്വാസിയും യേശുക്രിസ്തു സംബന്ധിച്ച് ധന്യനാകണം. യേശുക്രിസ്തുവിൽ ആകർഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയുമായി തീരണം. ഇത് ഭയങ്കര ഒരു ടാസ്കാ. ഞാന് വല്ലാതെ വിഷമിക്കുന്ന ഒരു ടാസ്കാ. സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും യേശുക്രിസ്തുവിനെ കുറിച്ച് മറവ് നീങ്ങിയ ഒരു മനസ്സും ആകർഷിക്കപ്പെട്ട ഒരു ഹൃദയവും ആരാധകനായ ഒരു മനസ്സും വേണം. ആരാധിക്കുന്ന മനസ്സല്ല, ആരാധകൻ വ്യക്തിയാണ് അവിടെ. യേശുക്രിസ്തുവിന്റെ ആരാധകനാണ് ഞാൻ. അപ്പോൾ ആ തികഞ്ഞ ഇതായിട്ട് പിന്നെ പറയാണ്, ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ടിൽ വി ഓൾ അറ്റൈൻ. അപ്പം ഞാൻ അതൊന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ 10 പേരെ ഇരുത്തി പഠിപ്പിക്കുക. 10 പേരാണ് എൻ്റെ സഭയിലുള്ളതെന്ന് ഇരിക്കട്ടെ. ആ 10 പേരെ പഠിപ്പിക്കുമ്പോൾ ഇവർക്കിത് ഒരുപോലെ കർത്താവിനെ കുറിച്ച് മനസ്സിലായി, അവർക്ക് ഒരുപോലെ ഒരു വളർച്ചയുണ്ടായി, ഒരുപോലെ ഐക്യതയിൽ വന്ന് തികഞ്ഞ അളവ്, പ്രായത്തിന്റെ അളവ്. ഈ പ്രായം വരുന്നത് ക്രിസ്തുവിലാണ്. പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോ till we all attain. വാസ്തവത്തിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തി ഈ ഒരു പ്രോജക്റ്റ്, ഈ ഒരു ടാസ്ക് ആണോ ഏറ്റെടുക്കുന്നത്? അയ്യോ, ഇന്ന് മൂപ്പൻ എന്നോട് ഈ ഞായറാഴ്ച പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഞാൻ എന്തുവാ പ്രസംഗിക്കണ്ടേ? പിന്നെ എവിടുന്നെങ്കിലും കർത്താവ് ഒരു ആലോചന തരും, അല്ലെ നമ്മളൊരു കാര്യം കണ്ടുപിടിക്കും, അല്ലെ നെറ്റോ ഗിറ്റോ നോക്കി ഒരു വിഷയം എടുക്കും.
എന്നിട്ട് അത് പ്രസംഗിക്കും. പിന്നെ എന്റെ പ്രസംഗം നന്നായിരുന്നോ ഇല്ലയോ എന്നാണ്, അത് മാനുഷികമാണ്, അതാണ് ചിന്ത മുഴുവൻ. ഈ പർപ്പസ് എവിടാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കുമ്പോൾ എന്തെല്ലാം ഇടയ്ക്ക് വരും എന്നുള്ളതല്ല പർപ്പസ്. ആ ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം തീർക്കുക എന്നുള്ളതല്ല പർപ്പസ്. പർപ്പസ് എന്തുവാ? പർപ്പസ് ടു റീച്ച് കനാൻ. അത്രേ ഉള്ളൂ. അയ്യോ, അത്രയല്ല. ടു റീച്ച് കനാൻ ആൻഡ് ടു ഡ്വെൽ ആസ് എ ലൈറ്റ് ഫോർ ദ ജെന്റൈൽസ്. ജാതികൾക്കൊരു വെളിച്ചമായി നിൽക്കണം. അത്രേ ഉള്ളൂ. അയ്യോ, അത്രയല്ല. എന്നിട്ട് യേശുക്രിസ്തു വരണം. യേശുക്രിസ്തു വന്നിട്ട് അവന്റെ രാജ്യം തുടങ്ങണം. അതാ ഇത് ന്യായാധിപന്മാരുടെ കാലത്ത് ഉള്ള ഇസ്രായേൽ മക്കൾക്ക് അറിയായിരുന്നു. അവര് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിന്, മറ്റുള്ളവർക്ക് രാജാവുള്ളൂ, രാജാവിനെ താന്നു. രാജാവിനെ കിട്ടിയപ്പം ദാവീദിന്റെ സന്തതി, ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്ന യേശുക്രിസ്തുവിന് വേണ്ടി ദാവീദിന്റെ കാലത്തോ ഏതെങ്കിലും രാജാക്കന്മാരുടെ കാലത്തോ ഇസ്രായേൽ ജനം കാത്തിരുന്നു? പറഞ്ഞാട്ടെ പ്രിയമുള്ളവരെ, 19 രാജാക്കന്മാർ യഹൂദയ്ക്കും 19 രാജാക്കന്മാർ ഇസ്രായേലിനും ദൈവം കൊടുത്തു. ഇസ്രായേൽ വിഭജിക്കപ്പെട്ടതിന് ശേഷം. അതിനു മുമ്പ് ശൗല്, ദാവീദ്, ശലോമോൻ, 3 രാജാക്കന്മാരെ കൊടുത്തു. ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും മശിയയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ജനമുണ്ടായിരുന്നു? എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് പോവുക. പൂജാഗിരിയും ചെയ്ത് ബാബിലോണിലെ രാജാവിന്റെ ദൈവത്തെയും പിടിച്ച്, ഈജിപ്തിന്റെ ദൈവത്തെയും പിടിച്ച്. എന്നതാ പർപ്പസ്? അപ്പൊ ഇന്ന് പ്രസംഗിക്കുന്ന ശുശ്രൂഷകൻ, ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് ഞാൻ എന്തുവാ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ, ഞാൻ പ്രസംഗിക്കാൻ പോവാ, എനിക്ക് കൃപ തരണം, എനിക്ക് നന്നായി പ്രസംഗിക്കണം. അതാണോ പ്രാർത്ഥിക്കണ്ടേ? കർത്താവെ, ശുശ്രൂഷ കഴിയുമ്പോൾ അവർക്ക് നിന്നെ കിട്ടണം, നിനക്ക് അവരെയും കിട്ടണം. അവർ നിന്നെ കാണണം, അവർ നിന്നാൽ ആകർഷിക്കപ്പെട്ടവരായി തീരണം. ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് പ്രാർത്ഥിച്ച് കൊണ്ടുവരുന്നതാണോ ശുശ്രൂഷ? അതായിരിക്കണം എപ്പോഴും സുവിശേഷം പറയുമ്പോഴും. ഞാൻ പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ച് കാട്ടിയിട്ട് ഒരു അവിശ്വാസി റിജക്ട് ചെയ്യുവാണ്, റിജക്ട് ചെയ്യട്ടെ. നീ തൊങ്ങലും എന്തു പറയുന്നത്, തൂവലും പിടിപ്പിച്ച് സുവിശേഷനെ മോടി പിടിപ്പിച്ചിട്ട് ആരും യേശുക്രിസ്തുവിനെ സ്വീകരിക്കണ്ട. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കർത്താവിനെ ശുശ്രൂഷിക്കാം. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, കർത്താവെ, ഞാൻ ശുശ്രൂഷിക്കാൻ പോകുന്നു, നിന്നെ തന്നെ ശുശ്രൂഷിപ്പാൻ സഹായിക്കണേ. ശുശ്രൂഷ എന്ന വാക്കിന് ഞാൻ ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ അതിനൊരു വ്യത്യാസമുണ്ട് അതിന്റെ അർത്ഥത്തിന്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെർവ് എന്ന വാക്കാണ്. സെർവ്, ലോർഡ് ഹെൽപ് മീ ടു സെർവ് യു. സെർവ് എന്ന് പറയുമ്പോൾ 2 അർത്ഥമുണ്ട്. ഒന്ന് ശുശ്രൂഷിക്കുക, രണ്ടാമത് വിളമ്പുക അല്ലെങ്കിൽ സേവിക്കുക എന്ന വാക്കിന് മലയാളത്തിൽ ആ 2 അർത്ഥമുണ്ട്. ഒന്ന് ദൈവത്തെ സേവിക്കുക, രണ്ടാമത് മരുന്ന് സേവിച്ചു. ബ്രദറെ, ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മരുന്ന് സേവിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആഹരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വിളമ്പുകയും കൂടെ ചെയ്യുക, സെർവ്. അപ്പോൾ ശുശ്രൂഷിക്കുക, വിളമ്പുക. പ്രിയമുള്ളവരെ, കർത്താവെ, നിന്നെ തന്നെ വിളമ്പാൻ സഹായിക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഗിവ് യു ഓൺലി, അത് ഒന്ന്. രണ്ടാമത്, നിന്നെ തന്നെ ശുശ്രൂഷിക്കാൻ സഹായിക്കണമേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതും ഇതും പറഞ്ഞ് അല്ല, നിന്നിലേക്ക് തന്നെ കാര്യം വരണം. പലരും പല കാര്യങ്ങൾ പറയുമ്പം നമ്മൾ ഇത് എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്കറിയാം, ബ്രദറെ, അതങ്ങ് മനസ്സിലിരുന്നുണ്ട്, അത് ഇവിടെ ചെലവാകത്തില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹിഡൻ അജണ്ട എന്ന് പറഞ്ഞ പോലെ ആ അജണ്ട നമ്മുടെ കയ്യിൽ വേണം. ഞാൻ ശുശ്രൂഷിക്കുന്നവരോട് വ്യക്തിപരമായി ആവോളം താന്ന് ഞാൻ ചോദിച്ചോട്ടെ, കർത്താവ് ഇങ്ങനെ നിങ്ങളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവനെ എങ്ങനെ വിളമ്പാം, ഉയർത്താം? ശുശ്രൂഷ അവസാനിക്കുമ്പോൾ കർത്താവിൽ എത്ര പേർ ആകർഷിക്കപ്പെട്ടു? കർത്താവിന് അവരിൽ ചിലരെ അവരുടെ തന്നെ ആകർഷണത്താൽ കിട്ടിയോ? അൺടിൽ പ്രാപിക്കുവോളം
ആ നോട്ടം എപ്പോഴേലും നോക്കിയിട്ടുണ്ടോ? കിട്ടിയോ ബ്രദറെ? കിട്ടിയോ ബ്രദറെ? മനസ്സിലായോ? ഞാൻ പറഞ്ഞ കർത്താവിനെ കിട്ടിയോ? ഇതിനാണ് നിയമിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ വായിക്കാം. അത് നാം, നിയമനം എന്തിനാന്ന് പറയാണ് 12-ാം വാക്യം, എഫെസ്യർ 4:12 വീണ്ടും വായിക്കുകയാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായം. ഇതാ മെറ്റമോർഫോസിസ്. ഓ ഹല്ലേലൂയ! ക്രിസ്തുവിന്റെ സമ്പൂർണത, അതാ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. അതാണ് രൂപാന്തരം, അതാ വളർച്ച. ചിലര് ഈ ക്രിസ്തുവിനെ അക്കാഡമിക്കൽ നോളജിൽ കയറി അങ്ങ് പിടിക്കും. അവർക്ക് വളർച്ച ഉണ്ടാകത്തില്ല. അവർക്ക് ഈ എന്തും അവർ ചെയ്യുന്നത് അവർക്ക് പിടികിട്ടുന്നു. അതായത് ഭക്തിയിൽ തന്നെ റിബല്യൻ ഉണ്ട്. ഉദാഹരണത്തിന് കോരഹപുത്രന്മാർ, കോരഹ് എന്റെ കൂട്ടർ അവര് നിന്നെ മാത്രമേ, അഹരോനെയും മോശയും മാത്രമേ വിളിച്ചിട്ടുള്ളൂ, ഞങ്ങളും കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ? അത് ഭക്തിയിൽ തന്നെ റോങ് ഡിറക്ഷൻ വന്ന ഒരു കൂട്ടരാണ്. അത് കാരണം ഭക്തിയിൽ തന്നെ തെറ്റിപ്പോവുകയാണ്. മാനസാന്തരപ്പെടുമ്പോഴും തെറ്റായി മാനസാന്തരപ്പെടാം. ഉദാഹരണത്തിന് ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഞങ്ങള് യുദ്ധം ചെയ്ത് ഈ മല്ലന്മാരോട് യുദ്ധം ചെയ്യാൻ പോകത്തില്ല, അവര് ഞങ്ങളെ ശരിയാക്കുക, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഉടനെ ദൈവം അവരെ ശാസിച്ചു, മോശെ അവരെ ശാസിച്ചു. അവർ പെട്ടെന്ന് അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അന്നാ ഞങ്ങൾ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാണ്, ഇപ്പൊ പോയേക്കാന്ന് പറഞ്ഞു. അപ്പൊ ദൈവം പറഞ്ഞു നിങ്ങൾ പോകണ്ട, മോശ പറഞ്ഞു നിങ്ങൾ പോകണ്ട, പെട്ടകം നിങ്ങളുടെ കൂടെയില്ല, ദൈവം നിങ്ങളുടെ കൂടെയില്ല, നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞു. മാനസാന്തരപ്പെടുമ്പോഴും ദൈവത്തിന്റെ വഴിയിലൂടെ മാനസാന്തരപ്പെടണം. ഞാൻ അടുത്ത സെന്റൻസ് വായിക്കാം, 13-ാം വാക്യം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും. എന്തുവാ യഥാസ്ഥാനം? മാനസാന്തരം ക്രിസ്തുവിൽ വരണം. ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു മാനസാന്തരമാണ് ഇത്. ഒട്ടും പിടിയില്ല മനുഷ്യർക്ക്. മാനസാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തോ തെറ്റ് ചെയ്തു അതങ്ങ് ശരിയാക്കി. അയ്യോ, അതല്ല. ആ തെറ്റ് ചെയ്യാൻ കാരണം ക്രിസ്തു നിന്റെ സെന്റർ ഫിഗർ ആകാതെ പോയതാ. അപ്പൊ തെറ്റ് തിരുത്തി ക്രിസ്തുവിനെ വീണ്ടും സെന്റർ ആക്കുക. സഭയിൽ നീ ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ ഒരു മാനസാന്തരം വേണം. പക്ഷെ നീ അത് ഉന്നയിച്ചത് യേശുക്രിസ്തു നിന്റെ സഭയുടെ മധ്യേ ഉണ്ടെന്നും അവൻ ഇരിക്കുമ്പോൾ നിന്റെ ശബ്ദം ഉയരാൻ പാടില്ലെന്നും ആ ക്രിസ്തുവിന്റെ മഹത്വത്തിന് ക്ഷതമേൽക്കുകയാൽ വിഷയം എങ്ങനെ പോയാലും ക്ഷതമേൽക്കാത്ത വിധത്തിൽ ഞാൻ പെരുമാറണമെന്നുള്ള നിന്റെ ബോധ്യമില്ലായ്മയാണ് ആ പാപം ചെയ്യാൻ നിന്നെ ഇടവരുത്തിയത് എന്ന് നിനക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം നീ യഥാസ്ഥാനപ്പെട്ടിട്ടില്ല. എത്ര പേർക്ക് പിടികിട്ടിയോ ആവോ? എത്ര പേർക്ക്? മോശയോട് പറഞ്ഞു, നീ പാറയോട് അടിക്കരുത്. മോശ ചെന്നിട്ട് കൽപ്പിക്കാനൊന്നും പോയില്ല, നേരെ അടിച്ചു. അപ്പൊ മാനസാന്തരപ്പെടേണ്ടത് എവിടാ? കർത്താവെ ഞാൻ അടിച്ചു, ക്ഷമിച്ചു, എന്നോട് ക്ഷമിക്കണേ. കർത്താവ് അതല്ല നീ അടിച്ച കാര്യം കർത്താവ് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ എന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് നീ എന്നിൽ വിശ്വസിക്കായക കൊണ്ട്. ഇത് എന്നതാ ഈ പറയുന്നത്? എന്നിൽ വിശ്വസിക്കായക കൊണ്ട് നീ കനാൻ നാട്ടിൽ പ്രവേശിക്കത്തില്ല. എന്തുവാന്നറിയാവോ? ഈ പാറയോട് കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ആണ് ആ പാറ എന്ന് ദൈവവചനം വ്യക്തമായി പറയുന്നു. യേശുക്രിസ്തുവിന്റെ മഹത്വം സംസാരിച്ചോളും. നിന്റെ വാചകം അവിടെ കേൾക്കണ്ട, നിന്റെ അടിയും പിടിയും ഒന്നും അവിടെ കാണണ്ട. God will speak എന്ന് നീ വിശ്വസിക്കണം. God will reveal himself എന്ന് നീ വിശ്വസിക്കണം. God will do the way he wants to do and impress the rebellious heart of Israel. മറുതലിക്കുന്ന ഈ ദുഷ്ടജനത്തോട് കൽപ്പിച്ച് മാത്രവും ദൈവത്തിന് ഇടപെടാൻ കഴിയും. ആ ദൈവത്തിന്റെ മഹത്വത്തെ നീ വിശ്വസിക്കണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ആകർഷണീയനാണെന്ന് നീ വിശ്വസിക്കണം. നിന്റെ പൊടുപ്പും തൊങ്ങലും വേണ്ട എന്ന് നീ വിശ്വസിക്കണം. അതാ യഥാസ്ഥാനം. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും പിന്നെ പറയാണ് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു.
അങ്ങനെ നാം 14 വാക്യം, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ. ഉപദേശത്തിന്റെ കാറ്റും ഇതുമായിട്ട് തന്നെ ബന്ധം. പ്രിയമുള്ളവരെ, അടിസ്ഥാനപരമായി ഉപദേശത്തിന് എപ്പോഴും ഒരു കാറ്റുണ്ട്. അത് തെറ്റിപ്പോണമെന്നൊന്നുമില്ല. ഉപദേശത്തിന് എപ്പോഴും ഒരു കാറ്റുണ്ട്. ആ കാറ്റിൽ നാം അലയാതിരിക്കണം. ഈ അലയാതിരിക്കുന്നത് എങ്ങനെയാ? ക്രിസ്തു കേന്ദ്രബിന്ദു ആകുമ്പോഴാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനം പുറപ്പെടുമ്പോൾ വെള്ളമില്ല. വെള്ളമില്ലാതായാൽ അതിനൊരു കാറ്റുണ്ട്, അതിനൊരു പ്രഷറുണ്ട്. ആ പ്രഷറിൽ ഞാൻ അനങ്ങാതിരിക്കണമെങ്കിൽ എനിക്ക് ക്രിസ്തു സെൻട്രൽ ഫിഗർ ആകണം. അല്ലെങ്കിൽ കനാൻ നാട്ടിൽ എത്തുന്നതാണ് ലക്ഷ്യം. ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അവൻ ഉണ്ട്, അവൻ വേണ്ടതുപോലെ ചെയ്യും. കർത്താവെ, വെള്ളമില്ലല്ലോ, എന്ത് ചെയ്യണം? അങ്ങനെയാണോ? അയ്യോ, വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ എല്ലാം പോയി, ഞങ്ങൾ ചാകാൻ പോവാണ്, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണ്, ഇത് വിഷയം അങ്ങ് മാറി. അപ്പം ഉപദേശത്തിന്റെ ഏത് കാറ്റിനാലും, ഇപ്പൊ തന്നെ തിരുവത്താഴം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ നല്ല ഒലച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രിയമുള്ളവരെ, കേന്ദ്രബിന്ദു തിരുവത്താഴത്തുള്ള ബന്ധത്തിൽ എന്താ കേന്ദ്രബിന്ദു? ആ വിഷയവും ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ആരും വരണ്ട. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ സെന്റർ പോയിന്റ് എന്നാ. ഇത് ചെയ്യുമ്പോഴൊക്കെ എന്നെ ഓർക്കണം. നിന്റെ ഓർമ്മയിൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരണം. അത് എനിക്ക് കാണണം. ഞാൻ നിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് എനിക്ക് കാണണം. എനിക്ക് നിന്റെ ഹൃദയത്തിലുള്ള ഇടം അപ്പോൾ അവന്റെ മരണത്തെ ഓർക്കണം, അവനെ ഓർക്കണം, അവന്റെ മരണത്തെ പ്രഖ്യാപിക്കണം, ഡിക്ലെയർ ചെയ്യുക. അതാണ് സെന്റർ. അതിനോടുള്ള ബന്ധത്തിൽ മാത്രമേ നാം ചിന്തിക്കാവുള്ളൂ. ബാക്കി എന്തെല്ലാം നൂലാമാലകൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതങ്ങനെ കൊണ്ടുവരാൻ കഴിയുന്നതിന്റെ കാരണം അതിൽ ദൈവം ഒരു ഫ്ലെക്സിബിലിറ്റി വെച്ചിട്ടുണ്ട്. ഗ്രേ ഏരിയാസ് ആണത്. ഗ്രേ ഏരിയ വെച്ചിരിക്കുന്നത് തന്നെ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ദൈവം തന്നിരിക്കുന്ന മക്കളെന്ന അവകാശത്തിൽ ഏറ്റവും ഉത്തമമായ നിലയിൽ തീരുമാനങ്ങൾ എടുത്ത് മുമ്പോട്ട് പോകുവാൻ കഴിയുന്ന ഒരു വലിയ റേഞ്ച് തന്നെ അതിനകത്തുണ്ട്. ഞാനത് ഒന്നുകൂടെ വ്യക്തമാക്കാൻ, അതല്ല എന്റെ വിഷയം, ഒന്നുകൂടെ വ്യക്തമാക്കാൻ ശബത്തിനെ കുറിച്ച് പറയാം. ശബത്തില് എന്തുവാ പ്രധാനം? അയ്യോ, ജോലിയൊന്നും ചെയ്യാൻ പാടില്ല. അയ്യോ, അത് പ്രധാനമേ അല്ല. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ശബത്തിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രധാനമേ അല്ല. പിന്നെന്തുവാ പ്രധാനം? ശബത്തിൽ നീ എന്റെ അടുക്കൽ സമയം ചെലവഴിക്കണം. ഹോളി കോൺവൊക്കേഷൻ, വിശുദ്ധ കൂടിവരവ് ഉണ്ടായിരിക്കണം. വിശുദ്ധ കൂടിവരവ് ഉണ്ടായിരിക്കണമെങ്കിൽ അന്ന് നീ വേറെ പണിക്കൊന്നും പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാ വേറെ പണിക്കൊന്നും പോകരുത്. അപ്പോൾ ഇതിനെ ഇമ്പോർട്ടൻസ് എന്താ? ഇതിലെ ഇമ്പോർട്ടൻസ് അവന്റെ അടുക്കൽ വരിക എന്നുള്ളതാണ്. അവന് നിങ്ങളെ ലഭിക്കുക, നിങ്ങൾക്ക് അവനെ ലഭിക്കുക. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ കഴുത കുഴി വീണെന്ന് വരാം. അയ്യോ, ഉടനെ ആ കഴുത ചത്തുപോട്ടെ എന്നല്ല. അതിന്റെ ഇടയ്ക്ക് ഒരുവൻ അടി മേടിച്ച് ചാകാറായി കിടപ്പുണ്ടാകും. ഉടനെ അവനെ എഴുന്നേൽപ്പിക്കരുത് എന്നല്ല. കർത്താവ് ആ വിഷയം പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ചേർത്ത് പറയുന്നുണ്ട്. ദാവീദ് പുരോഹിതന്മാർക്ക് മാത്രം കഴിപ്പാൻ അനുവാദമുള്ള ആഹാരം കഴിച്ചു. അപ്പൊ അതെന്തുവാ? അയ്യോ, അവിടുത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്താ? അതാ പറഞ്ഞേ, ഉപദേശത്തിന്റെ കാറ്റ് പരീശന്മാരും സദൂക്യരും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ജനമെല്ലാം നട്ടം തിരികെയായിരുന്നു. എന്താ കാര്യം? അതിന്റെ കേന്ദ്രബിന്ദു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ വസ്തുക്കളെ കുറിച്ചുള്ള അറിവും വിശുദ്ധ വസ്തുക്കളെ വിലമതിക്കാനുള്ള കഴിവും ലേവ്യർക്ക് മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. അവരെ പഠിപ്പിച്ച്, അവരെ നിയോഗിച്ച്, അവർക്ക് തന്റെ പങ്ക്, എന്റെ പങ്ക്, മൈ പോർഷൻ, മൈ ഇൻഹെറിറ്റൻസ്, എന്റെ അവകാശം അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് വേറെ അവകാശങ്ങളൊന്നുമില്ല. അപ്പോൾ അവരതിനെ എങ്ങനെ കാണുന്നു? അവർ വിശുദ്ധ സ്ഥലത്ത് ഇരുന്ന് കഴിക്കണം, വിശുദ്ധിയോടുകൂടെ കഴിക്കണം,
വിശുദ്ധമായി അതിനെ കാണണം. ഈ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദ് പറയാണ്, അതിന്റെ വിശുദ്ധിയെ 100% ഞാൻ മനസ്സിലാക്കുന്നു. ഞാനൊരു യഹൂദനാണ്, യഹൂദ ഗോത്രത്തിലുള്ളവനാണ്. എന്നാൽ അതിന്റെ വിശുദ്ധിയെ 100% ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുള്ളവരാരും സ്ത്രീകളോടുള്ള ബന്ധമോ കഴിഞ്ഞ ഇത്ര ദിവസങ്ങളുമായിട്ട് യാതൊന്നുമില്ല, പൂർണ്ണ വിശുദ്ധരായിട്ടാണ് നിൽക്കുന്നത്. കൂടാതെ അതിനെ വിലമതിക്കുവാൻ എനിക്ക് കഴിയുന്നു. മാത്രമല്ല, ഞങ്ങൾ വിശന്നിരിക്കുന്നു. കർത്താവ് പറയാണ്, നമ്മൾ ശബത്തിന്, മനുഷ്യൻ ശബത്തിന് വേണ്ടിയിട്ടല്ല, ശബത്ത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ആ അപ്പത്തെക്കുറിച്ചും കരുണയിലും അതുപോലെ കൃപയിലും പ്രസാദിക്കുന്ന ഒരു ദൈവം അവിടെ ഊന്നുന്നുണ്ട്. ഈ സെന്റർ പോയിന്റ് ഇല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് വ്യാഖ്യാനത്തിൽ ഉലയുവാൻ ഇടയായി തരും. ഇന്ന് ഉപദേശത്തെ നാം മുറുക്കെ പിടിക്കുന്നത് മുറിവേൽപ്പിക്കാൻ വേണ്ടിയാണ്. ഉപദേശത്തിന്റെ സെന്റർ പോയിന്റിന് ഒരു മുറിവുമില്ല, അവിടെ സുഖമാണ്. എന്താ സുഖം? കർത്താവ് ആ ഉപദേശം ഉണ്ടാക്കിയിരിക്കുന്നത് തൻ്റെ മഹത്വത്തിനും തൻ്റെ മക്കൾക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും ഒരുമിച്ച് അതിനെ ആസ്വദിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കൂടി വരുമ്പോൾ എന്താണ്? നിങ്ങൾ കൂടി വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ട്. ഞാൻ നിങ്ങൾക്കും നിങ്ങൾ എനിക്കും. നിങ്ങൾ കൂടി വരുമ്പോൾ എന്നെ ഓർക്കണം, എനിക്ക് നിങ്ങളും നിങ്ങൾ എനിക്കും. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. അതിനെ നഷ്ടപ്പെടുത്താതെ വേണം മറ്റു കാര്യങ്ങളൊക്കെയും ചിന്തിപ്പാൻ. ദയവ് ചെയ്ത് ഇതും ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വരരുത്. ആ വിഷയത്തിൽ ഞാൻ ഒട്ടും ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഈ കോമൺ സെൻസ് മിസ്രൈമിൽ നിന്നും എന്നെ പുറപ്പെടുവിക്കുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്നെ കനാൻ നാട്ടിൽ എത്തിക്കുക മാത്രമല്ല, എന്നെ ഒരു രാജ്യമാക്കുക മാത്രമല്ല, എന്നെ തലയാക്കുക മാത്രമല്ല, ആ രാജ്യത്തിൽ യേശുക്രിസ്തുവിനെ കൊണ്ടുവന്ന് ആ യേശുക്രിസ്തുവിനെ ഭൂമിയിലുള്ള എല്ലാവർക്കും അനുഗ്രഹമായി കൊടുത്ത്, അങ്ങനെ നിന്നെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെടുകയും എന്ന് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത നിവർത്തി മുഴുവൻ ലോകത്തിനും കൂടെ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. അതിന്റെ ഇടയ്ക്ക് കയറി നമ്മൾ ഓരോ ഉപദേശ വിഷയങ്ങൾ പറയുമ്പോൾ അത് എങ്ങും എത്താത്തതായി തീരും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ കരുതുന്നത്, till we all attain unto the unity of the faith and the knowledge of the Son of God, knowledge of the Son of God. എല്ലാ ഉപദേശങ്ങളും, എല്ലാ ടോപ്പിക്കൽ സ്റ്റഡിയും, എല്ലാ ക്യാരക്ടർ സ്റ്റഡിയും, എല്ലാ തർക്കങ്ങളും ഈ സൺ ഓഫ് ഗോഡിലേക്ക് എത്തുന്നതായിരിക്കണം. സൺ ഓഫ് ഗോഡിലേക്ക് എത്തുന്നതായിരിക്കണം. അല്ലാതെ ശബത്ത് നാളിൽ കയ്യില് ഒരു ഇച്ചിരി എണ്ണ എടുത്ത് തലയെ തേക്കാൻ ശ്രമിച്ചാൽ അത് ജോലിയാണ്. എന്തുവാ ഇതിലെവിടാ നീ ക്രിസ്തുവിന്റെ അടുക്ക പോകുന്നത്? ഇതിലെവിടാ നിന്റെ കേന്ദ്രബിന്ദു? ഇതിലെന്തുവാ നീ പഠിക്കുന്നേ? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് ഞാൻ ഓടി ഒന്ന് കയറിക്കോട്ടെ. As seen in his determination, as seen in his call and conviction. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് as seen in his labor pain or as seen in his pain. തന്റെ വേദനയിൽ മൂടുപടം നീങ്ങിയ ഒരു വ്യക്തിയാണ് താനെന്ന് മനസ്സിലാവും. ഓ സ്തോത്രം! എന്താണ് തന്റെ വേദന? എന്താണ് തന്റെ ഭയം, ദുഃഖം? അവിടെ നമ്മൾ കാണുന്നത്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ഇത് രക്ഷിക്കപ്പെട്ട ഗലാത്യ വിശ്വാസികളോട് പറയാണ്, എൻ്റെ വേദന ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. അവരുടെ പ്രശ്നം എന്തുവായിരുന്നു? അവര് മറ്റൊരു സുവിശേഷത്തിലേക്ക് പോയി. അവരുടെ പ്രശ്നം എന്തുവായിരുന്നു? അവര് കൃപയാലുള്ള രക്ഷയ്ക്ക് പകരം ന്യായപ്രമാണത്തിലേക്ക് പോയി, പ്രവൃത്തികളാലുള്ള രക്ഷയിലേക്ക് പോയി. അവരുടെ പ്രശ്നം ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ക്രിസ്തു നിങ്ങളിൽ ഉരുവാകണം എന്നുള്ളതാണോ പെയിൻ? സുവിശേഷം അത് ഉപദേശപ്രകാരം സുവിശേഷം അങ്ങനെയാണ്, പിന്നെ ദൂതൻ വന്ന് കൽപ്പിച്ചാൽ അത് ഇങ്ങനെയാണ്, പിന്നെ ന്യായപ്രമാണം അത് അങ്ങനെയാണ്, പരിച്ഛേദന ഇങ്ങനെയാണ്, ഇതൊക്കെയല്ലേ പഠിപ്പിക്കണ്ടേ? പ്രിയമുള്ളവരെ, സുവിശേഷത്തെ കുറിച്ചും ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചവനെ വിട്ട് മറ്റൊരു സുവിശേഷം. സുവിശേഷം തെറ്റുമ്പോൾ വിളിച്ചവനെ വിടുന്നു എന്നുള്ളതാണ് പ്രശ്നം. സുവിശേഷം തെറ്റുന്നതല്ല അവിടുത്തെ പ്രശ്നം. സുവിശേഷം തെറ്റുമ്പോൾ പ്രശ്നം എന്താ? യേശുക്രിസ്തുവിനെ വിടുന്നു എന്നുള്ളതാണ്.
കൃപയാലുള്ള രക്ഷയെ വിട്ട് ന്യായപ്രമാണം പ്രവൃത്തികളാലുള്ള രക്ഷയെ നീ പഠിപ്പിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഫ്രീ ആയിട്ട് തരുവാൻ വേണ്ടി ചൊരിഞ്ഞ രക്തം, ആ സ്നേഹം, ക്രിസ്തുവാണ് അവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് പൗലോസ് പറയാണ്, ചിലർ അപ്പൊല്ലോസിന്റെ കൂട്ടം, ചിലർ പൗലോസിന്റെ കൂട്ടരായി തീർന്നു. പ്രശ്നം എന്തുവാ? പ്രശ്നം അപ്പൊല്ലോസിന്റെ കൂട്ടരോട് ചോദിച്ചാൽ അവര് പറയും അപ്പൊല്ലോസ് ശരി, പിന്നെ പൗലോസ് അത്ര ശരിയൊന്നും അല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പൗലോസിന്റെ കൂട്ടരോട് ചോദിച്ചാലോ, അതെന്റെ പൊന്നു ബ്രദറെ എന്നാ പറയാനാ, പൗലോസ് ആണ് ശരി, അദ്ദേഹത്തെ കർത്താവ് ഇങ്ങനെ ദർശനം കൊടുത്തതല്ലേ, അപ്പൊല്ലോസ് ശരിയാണോ? ഇതിന്റെ രണ്ടുപേരുടെയും പേരിനൊരു സാമ്യമുണ്ട്, അപ്പൊല്ലോസും പൗലോസും. അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. പൗലോസിനോട് നമുക്കൊന്ന് ചോദിക്കാം, സാറേ എന്തുവാ പ്രശ്നം? ഉടനെ പൗലോസ് പറയും, പ്രശ്നം ക്രിസ്തു വിഭാഗിക്കപ്പെട്ടു. എന്റെ ബ്രദറെ, പ്രശ്നം ക്രിസ്തു വിഭാഗിക്കപ്പെട്ടു. എന്റെ കർത്താവ് നേടിയ തന്റെ ജനം തന്നിൽ ആകർഷിക്കപ്പെടേണ്ടതിന് പകരം മറ്റെവിടേക്കോ നോക്കുന്നു. അവർക്ക് എന്തുവാ പ്രധാനപ്പെട്ടതെന്ന് അറിയാൻ മേല. ഞാന് ഒരു ചെറിയ ഒന്ന് ലഘുവാകാൻ വേണ്ടി, നമ്മൾ ഭയങ്കര സീരിയസ് ആയി പോവുകയാണല്ലോ. ഒരു എന്തുവാ പ്രധാനം, എന്തുവാണ് മുറുക്ക പിടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം പറയാം. പണ്ടത്തെ കാലത്ത്, ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, അല്പം അരി കിട്ടുക, അരിയാഹാരം, അത് ഭയങ്കര പരിപാടിയാണ്, അത് വലിയ പാടാ. അപ്പം എൻ്റെ ഗ്രാൻഡ് മദർ പറയുന്ന ഒരു കാര്യം, എൻ്റെ പൊന്നുമോനെ വിശന്നിട്ട് അരിയാഹാരം ഇല്ലാഞ്ഞിട്ട് അമ്മച്ചി പറമ്പിൽ പോയി പറങ്കി മാവിന്റെ അല്ലെങ്കിൽ കാഷ്യൂനട്ട് ട്രീ, പറങ്കി മാവിന്റെ അല്ലെങ്കിൽ പറങ്ങാണ്ടി മരത്തിന്റെ കീഴിലിരുന്ന് പച്ച പറങ്കി അണ്ടികൾ കീറി അത് തിന്ന് വയറ് നിറച്ചിട്ടുണ്ട്. അത് ഇന്നത്തെ രീതിയിൽ ഞാനൊന്ന് മോഡേൺ ആയിട്ട് പറയാം, എങ്ങനെ ഇരിക്കും നോക്കാം. ബ്രദറെ, വിശന്നിട്ട് ഒന്നും ഇല്ലാഞ്ഞിട്ടേ അവസാനം ഞാൻ കാഷ്യൂനട്ടാ തിന്നേൻ. അതിന്റെ ആ കംപ്ലീറ്റ് ധ്വനി മാറിയത് കൊണ്ടോ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അപ്പൊ അന്ന് പറമ്പിലൊക്കെ ഇഷ്ടം പോലെ പറങ്കി മരമുണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങളോട് പറയും, പോയി പറങ്ങാണ്ടി പെറുക്കിക്കൊണ്ട് വാ, എന്നിട്ട് അത് നമുക്ക് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആ കാശ് കൊണ്ട് അരി മേടിക്കാം. അപ്പം ഒരിക്കലും എൻ്റെ പിതാവും തൻ്റെ അല്പം കൂടെ പ്രായം ചെന്ന കസിനും കൂടെ ചേർന്ന് അവരിങ്ങനെ പറങ്ങാണ്ടി പെറുക്കാൻ പോവുകയാണ്. അപ്പം ആർക്കാണോ കൂടുതൽ കിട്ടുന്ന അവർ അങ്ങ് കൊണ്ടുവരികയാണ്. അപ്പോൾ കസിന് കിട്ടിയ കസിന്റെ വീട്ടിൽ കൊണ്ടുപോകും. എൻ്റെ ഫാദറിനാണ് കിട്ടുന്നത്, കുറച്ച് കിട്ടുന്നത്, എത്ര കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഫാദറിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇങ്ങനെയാണ് അത് പോകുന്നത്. പക്ഷെ ഈ ഫാദറിന്റെ കൂടെ പോയ കസിൻ ഇച്ചിരി പ്രായമുള്ള ആളായിരുന്നു. ഫാദർ അന്ന് തീരെ യങ് ആയിരുന്നു. അപ്പൊ അവര് പോകുമ്പം, നിങ്ങൾ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അറിയാവുന്നതാണ് എൻ്റെ വിചാരം, ഈ പറങ്കി പഴം ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ജ്യൂസിയാണ്. ഇതറിയാൻ മേലാത്ത ഒത്തിരി പേരുണ്ട്. പറങ്ങാണ്ടി മാത്രമേ ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഞാൻ അതിനൊരു ക്വസ്റ്റ്യൻ പോലെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. there is a fruit which has its seed outside. അതിന്റെ കുരു പുറത്തുള്ള ഒരു പഴമുണ്ട്. അങ്ങനെ ഒരു പഴത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പലരും അന്തം വിളിച്ചിരുന്നു, ഇത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തുവാന്ന് അറിയാൻ പറ്റും. അത് പോട്ടെ, അത് ഇപ്പൊ ചോദിക്കാൻ പറ്റിയ ഒരു സാഹചര്യമല്ലല്ലോ. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, ഈ കൂടെയുള്ള കസിൻ, അദ്ദേഹം ഇച്ചിരി ബുദ്ധിയുണ്ട്, പ്രായമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കൊണ്ട് എന്തോ എടുക്കാനാ, അത് എനിക്കിങ്ങനെ അന്നേരെ, കാരണം എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പറങ്കി പഴമുണ്ട്, അത് വേണേ എടുത്തു. ഫാദറിന് കഴിക്കാം, കുടിക്കാം. അപ്പം ആ പറങ്കിപ്പഴം മുഴുവനും താനിങ്ങി എടുത്തു. എന്നിട്ട് ഈ പറങ്ങാണ്ടി അങ്ങോട്ടും കൊടുത്തു. അപ്പൊ വീട്ടില് ഈ പറങ്കിപ്പഴമായിട്ട് ചെന്നപ്പോ അമ്മച്ചി ചോദിച്ചു, എടാ പറങ്ങാണ്ടി എന്തിയെ? അത് ഞാൻ അവനെ കൊടുത്തു, പറങ്കിപ്പഴം മുഴുവനായിട്ട് ഞാനിങ്ങി പോകും. പ്രിയമുള്ളവരെ, എന്തിനെ മുറുക്ക പിടിക്കണം എന്നറിയാൻ മേലാത്ത ഒരു ശിശുവിനെ പോലെയാണ് നാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇപ്പോൾ കാലം നോക്കിയാൽ ഉപദേഷ്ടകന്മാരായിരിക്കേണ്ട നിങ്ങൾ പാല് തരേണ്ടി വരേണ്ട ഒരവസ്ഥ. വാസ്തവത്തിൽ ഞാൻ എന്തോ ഈ പഠിപ്പിക്കുന്നത്? നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ക്രിസ്തുവാ ഇമ്പോർട്ടൻ്റ് എന്ന്. ഇത് ഇപ്പൊ പഠിക്കേണ്ട കാര്യമാണോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം ഇത്രയും മുമ്പോട്ട് വന്നിരിക്കെ ഇതാണോ പഠിക്കേണ്ടത്? നമ്മൾ യേശുക്രിസ്തു സംബന്ധമായി എത്രയോ ധനികരാകേണ്ടതായിരുന്നു. യേശുക്രിസ്തു സംബന്ധമായി എന്തൊരു പ്രായം വരേണ്ടവരായിരുന്നു. ഇന്ന് നമ്മളിത് പറയുമ്പോൾ
എന്റെ ബ്രദറെ ഇതൊരു വലിയ കാര്യമാന്നുള്ള നിലയിലാ പറയുന്നത്. ചിലർ എന്നോട് പറയണം, ബ്രദറെ ഇതൊരു പുതിയ വിഷയമാണ്. ആരാ? യേശുക്രിസ്തു പുതിയ വിഷയം. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരട്ടെ, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനവരായ പിന്നെയും പ്രസവവേദന എന്താ? ആദ്യം ഇവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ ക്രിസ്തു അവരിൽ വരുവാൻ, ക്രിസ്തുവിൽ അവർ ആകർഷിക്കപ്പെടുവാൻ, ക്രിസ്തു മതിയായവനാണെന്ന് ഇവർക്ക് മനസ്സിലാകുവാൻ, ക്രിസ്തുവിനെ ഇവർ സ്വീകരിക്കാൻ വേണ്ടി പ്രസവവേദനപ്പെട്ടു. ഇപ്പോഴോ ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് ശേഷം അവനാണ് എല്ലാം എന്ന് മനസ്സിലാകാൻ കഴിയാതെ പോയ ഈ ഗലാത്യ വിശ്വാസികൾ അതിനെ വീണ്ടും മനസ്സിലാക്കേണ്ടതിന് പിന്നെയും പ്രസവവേദനപ്പെടുന്ന എൻ്റെ മക്കളെ എന്ന് പറയുകയാണ്. അപ്പോൾ അതിന്റെ അടുത്ത ഭാഗം കൂടെ ഞാൻ വായിച്ചോട്ടെ. ഗലാത്യർ 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, എന്നോട് ക്ഷമിക്കണം, അടുത്ത പോയിന്റ്, as seen in his struggle and great fight, തന്റെ ഭയങ്കരമായ മല്ലയുദ്ധം, തന്റെ ഭയങ്കരമായ ഫൈറ്റ് നമ്മൾ കാണാൻ പോവുകയാണ്. എന്താണ് ആ ഫൈറ്റ്? തന്റെ ലേബർ പെയിൻ കണ്ടു, തന്റെ ഫൈറ്റ്, തന്റെ സ്ട്രഗിൾ. കൊലോസ്യർ 2-ാം അധ്യായം നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ഗലാത്യർ നോക്കുകയായിരുന്നു, എന്നാൽ ഇപ്പോൾ നമ്മൾ കൊലോസ്യർ നോക്കിയാണ്. മേക്കിംഗ് ബിലീവേഴ്സ് റിച്ച് ഇൻ ക്രൈസ്റ്റ്, അതിനുവേണ്ടി ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ? ശുശ്രൂഷകന്മാരെ, അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ എഫേസ്യ ലേഖനത്തിൽ അപ്പോയിന്റ്മെന്റ് പഠിച്ചപ്പോഴും അവിടെ പറഞ്ഞു, until they come into the unity of the knowledge of Christ. അതിനുവേണ്ടി അപ്പോയിന്റ്മെന്റ്. ആ അപ്പോയിന്റ്മെന്റ് ലഭിച്ച പൗലോസ് പറയാണ്, I am struggling to fulfill the appointment. Paul, what is your appointment? My appointment is that their hearts may be transformed, that they being knit together in love, and unto all riches of the full assurance of understanding, that they may know the mystery of God Christ. അതിന് മുമ്പോട്ടും പഠിക്കേണ്ടതാണ്, അത് നമുക്ക് പിന്നീട് നോക്കാം. ഞാൻ ഇവിടെ വെച്ച് ഈ ശുശ്രൂഷയ്ക്ക് ഒരു വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാളെ ഒരു ദിവസം കൂടെ നമുക്കുള്ളൂ. നമ്മൾ എങ്ങും എത്തിയിട്ടില്ല. എന്നാൽ സ്ട്രഗിൾ ഓഫ് പൗലോസിന്റെ സ്ട്രഗിൾ നമ്മൾ കാണുകയാണ്. വാസ്തവത്തിൽ പൗലോസിന്റെ ഒരു ഫിയറും കൂടെ ഉണ്ട്, അതും കൂടെ വേണമെങ്കിൽ അങ്ങ് പറഞ്ഞേക്കാം. ആസ് സീൻ ഇൻ എ സ്ട്രഗിൾ, അതൊരു പോയിന്റ്. അടുത്ത പോയിന്റ്, ആസ് സീൻ ഇൻ ഹിസ് ഫിയർ. ആസ് സീൻ ഇൻ ഹിസ് ഫിയർ, എന്താ തന്റെ ഫിയർ? തന്റെ ഭയം, തന്റെ സ്ട്രഗിൾ, തന്റെ ലേബർ പെയിൻ, തന്റെ കൺവിക്ഷൻ, തന്റെ ഡിറ്റർമിനേഷൻ ഒക്കെ നമ്മൾ കണ്ടു. തന്റെ ഭയം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. 2 Corinthians 11:2, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തുവാ ഭയം? എന്തുവാ ഭയം? എന്തുവാ ഭയം? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. ക്രിസ്തു കൊരിന്ത്യ വിശ്വാസികളുടെ സെന്റർ പോയിന്റ് ആയിട്ട് പൗലോസ് അസ്യൂം ചെയ്യുക ബൈ ഡിഫോൾട്ട്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ടോ എന്ന് ഭയപ്പെടുക, അത് പിശാച് ചെയ്യുമെന്ന് ഭയപ്പെടുക, അത് ദൈവത്തിന്റെ എരിവോടെ ഭയപ്പെടുക. ആ എരിവ് ഞാൻ ഇന്നലെ പറഞ്ഞു, ജലസ, അസൂയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഹൃദയം ഒരു മണവാളന്റെ മേൽ മണവാട്ടിക്കുണ്ടാകേണ്ട ഹൃദയം പോലെ ഇരിക്കണം. ഇതൊക്കെ ഭയങ്കര ഘനമുള്ള വാക്യങ്ങളാ, വചനങ്ങളാ. ശരിയായ ബ്ലസ്സഡ് ഫിയർ, അനുഗ്രഹിക്കപ്പെട്ട ഭയം. പ്രിയമുള്ളവരെ, വീണ്ടും ഞാൻ ശുശ്രൂഷകരോട് ചോദിച്ചോട്ടെ, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുപോകുമോ എന്ന ഭയത്താൽ പ്രാർത്ഥിച്ച് വിശ്വാസികളെ ക്രിസ്തുവിൽ സംരക്ഷിപ്പാൻ എന്തെങ്കിലും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഇതിനു വേണ്ടിയാണ് ശുശ്രൂഷകർ ശ്രമിക്കുന്നതെന്ന് സഭയ്ക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബ്രദറെ,
ഞാൻ എന്റെ കാര്യം അങ്ങ് പറയാം. ഒരു വിശ്വാസി വന്നിട്ട് നിങ്ങളോട് പറയാം, ബ്രദറെ എന്റെ കാര്യം പറയാം, യേശു ക്രിസ്തുവിൽ ഞാൻ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്, ബ്രദർ വിഷമിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും വേണ്ടി, അങ്ങനെ അല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ ഞാൻ ഇരിക്കുകയാണ്, അതെനിക്ക് മനസ്സിലായി ബ്രദറെ, ബ്രദർ എന്നെ കുറിച്ച് ഭയപ്പെടേണ്ട, എന്നാൽ നമുക്ക് മറ്റുള്ളവരെയും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനി വിട്ടുപോകാതിരിക്കാൻ വേണ്ടി നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കാം. ഓ യേശു ക്രിസ്തുവിലുള്ള ഏകാഗ്രത. പൗലോസ് പറയാണ്, ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വിവാഹ നിശ്ചയം പണ്ടൊക്കെ പ്രത്യേകിച്ചും വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടികളെ ചുമ്മാ എങ്ങോട്ടും വിടുകയല്ല. കല്യാണത്തിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത് കഴിഞ്ഞാൽ ചെറുക്കനെയും വാസ്തവത്തിൽ അങ്ങനെ ചുമ്മാതെ എങ്ങോട്ടൊന്നും വിടുകയല്ല, പെണ്ണിനെ പ്രത്യേകിച്ചും എങ്ങോട്ടും വിടുകയല്ല. കല്യാണ നിശ്ചയം കഴിഞ്ഞോ പെൺകുട്ടിയെ അവൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യത്തിൽ കുറച്ചും കൂടെ റെസ്ട്രിക്ഷനിലേക്ക് കൊണ്ടുവരും. കാരണം എന്താ? വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് കൊണ്ട് അവളെ ഏറ്റവും നിർമ്മല കന്യകയായി ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ്. അവളോട് പറയുകയാണ്, യു ഫോക്കസ് ഇൻ യുവർ വുഡ് ബി, യു ഫോക്കസ് ഇൻ യുവർ കമ്മിങ് സ്പൗസ്. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക. ഇതാ പ്രിയമുള്ളവരെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. ശുശ്രൂഷകന്മാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതോ അവർ വിശ്വസ്തരാകണമെന്ന. എന്ത് വിശ്വസ്തതയാ? നമ്മൾ വിശ്വസ്തത എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് എന്തുവാ? കള്ളം പറയാൻ പാടില്ല, പറഞ്ഞ പോലെ ചെയ്യണം, കാശ് മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം, പിന്നെ സാക്ഷ്യം ഉണ്ടാകണം, ഇതൊക്കെ വിശ്വസ്തത എന്നാണ്. അതൊക്കെ വിശ്വസ്തതയാ. പക്ഷെ ശുശ്രൂഷകന്റെ വിശ്വസ്തത ഇതൊന്നുമല്ല. ശുശ്രൂഷകന്റെ വിശ്വസ്തത നിർമ്മല കന്യകയായി സഭയെ അവളുടെ ഏകാഗ്രത മുഴുവനും ക്രിസ്തുവിൽ ലഭിക്കത്തക്കവണ്ണം അവളെ സംരക്ഷിക്കുകയാണ്. ഓ, ഞാൻ എത്ര ബലഹീനനായിട്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്, എത്ര 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 എന്തു പറയുന്നത്, ഹൗ വീക്ക് വി ആർ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, കർത്താവിന് ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയം അവനോട് അടുക്കുന്നത് കണ്ട് ഒന്ന് ആശ്വസിക്കുവാൻ സാധിക്കുമോ? നിങ്ങൾ ആരെങ്കിലും കർത്താവിനോട് ഒന്ന് അടുത്ത്, കർത്താവേ ഞാൻ നിന്റെ അടുക്കലേക്ക് വരികയാണ്, ദേ ഞാൻ നിനക്കുള്ളതാണ്, എന്നെ നിനക്ക് വേണ്ടി ഏകാഗ്രമാക്കുക, എൻ്റെ നോട്ടം ഞാൻ നിന്നിൽ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, നിന്റെ പ്രേമം കളങ്കമില്ലാത്ത പ്രേമമാണ്. ആ പ്രേമത്തിൽ ഞാൻ എൻ്റെ ഹൃദയം നീ കവർന്ന് എടുത്തിരിക്കുകയാണ്. കർത്താവിന്റെ അടുക്കൽ അങ്ങനെ ഒന്ന് പറയാമോ? കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവെ, നീ എൻ്റെ വകയാണ്. കർത്താവെ, നീ അങ്ങാണ് എൻ്റെ പ്രതിഫലം. ഞാൻ പണ്ട് കിരീടമൊക്കെ കിട്ടും, വലിയ സ്വച്ഛ എന്താ പറയുന്ന ഈ വജ്രമൊക്കെ ഉള്ള റൂമിൽ ജീവിക്കും. അവിടെ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്, അവിടെ വലിയ മുറി ഞാൻ താമസിക്കും, സ്വർഗത്തിൽ പോകുന്നൊക്കെ വിചാരിച്ച് എൻ്റെ മനസ്സ് ഡീവിയേറ്റ് ആയിപ്പോയി. കർത്താവെ, നീയാണ് എൻ്റെ സ്വർഗം, നീയാണ് എൻ്റെ റൂം. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ ഉള്ള വാസസ്ഥലം നിന്റെ ഹൃദയമാണ്. എനിക്ക് പ്രിയമുള്ളവരെ, ഞാൻ എന്ത് പറയണം? ലെറ്റ് us give our heart to God and let him be comforted. കർത്താവിന് അത് ഒരു ആസ്വാദനമായി തീരട്ടെ. നല്ല സുഗന്ധമാണ്. ഹാബേലിന്റെ യാഗം അവന് സുഗന്ധമായത് അവന് ഹാബേലിനെ ആദ്യം ലഭിച്ചത് കൊണ്ടാണ്. നമുക്ക് നമ്മളെ തന്നെ അവന്റെ കയ്യിൽ കൊടുക്കാം. അവന് നമ്മളെയാ വേണ്ടത്. എന്നിട്ട് നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.